നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സയൻസ് പീപ്പിളിന്റെ ഞായറാഴ്ചയിൽ നടക്കുന്ന ടോക്കിലേക്ക് സ്വാഗതം. 2019 ഓഗസ്റ്റിലാണ് ഞങ്ങൾ 2020 ഓഗസ്റ്റിലാണ് ഞങ്ങൾ ഈ ടോക്ക് സീരീസ് തുടങ്ങുന്നത്. ശാസ്ത്രത്തിന്റെ പ്രസക്തി ഇത്രയും അത്യാവശ്യമായ ഒരു സമയത്താണ് ഞങ്ങൾ സയൻസ് കമ്മ്യൂണിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ ഡൽഹിയിലുള്ള ഒരു സംഘം ആൾക്കാർ തുടങ്ങി വെച്ച ഒരു ഇനീഷ്യേറ്റീവാണ് ഈ സയൻസ് പീപ്പിൾ ഓപ്പൺ സയൻസ് എന്നുള്ള കൺസെപ്റ്റിൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ കഥ പറയും പോലെ അല്ലെങ്കിൽ വളരെ ലളിതമായ ഭാഷയിൽ സയൻസ് നമ്മൾ സംവദിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ഒക്കെ നമ്മളുടെയൊക്കെ ഉദ്ദേശം അതാണ്. അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ ഒന്നിടവിട്ട ഞായറാഴ്ചകളിലും ഓരോ ടോക്കുകൾ നടത്തുകയും എല്ലാ ചൊവ്വാഴ്ചകളിലും വളരെ ഇൻഫോർമലായ ഡിസ്കഷൻസ് നടത്തുകയും സ്പീക്കേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഞങ്ങളെ പരിപാടികൾ. കംപ്ലീറ്റ് ഓൺലൈൻ ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ട് 2-3 ഇവന്റുകൾ നമ്മൾ ഓൾറെഡി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ കുറച്ച് സ്കൂളുകൾ കുട്ടികളെ 11ലെയും 12ലെയും കുട്ടികളെയും കൂടെ സയൻസിലേക്ക് ആകർഷിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ സ്കൂളുകളായിട്ട് അസോസിയേറ്റ് ചെയ്ത് പല ടോക്കുകളും നടത്തിയിട്ടുണ്ട്. സയൻസ് പീപ്പിളിന്റെ ഈ ഒരു സയൻസ് കമ്മ്യൂണിക്കേഷനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അഭിമാനപൂർവ്വം നമുക്ക് 92ാമത്തെ നമ്മളുടെ ഒരു ടോക്ക് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ക്യാൻസറിനെ പറ്റിയിട്ടുള്ള ഒരു ടോക്കാണ് ചെയ്യുന്നത്. നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ വിപിൻ മോഹൻ ധൻ ആണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയന്റിസ്റ്റ് ആണ്. അതുകൂടാതെ ക്യാൻസർ വളരെ നമ്മൾ ചില ക്യാൻസറുകളെ പറ്റി നമ്മൾ ധാരാളം കേൾക്കുകയും ചില ക്യാൻസറുകളെ പറ്റി നമ്മൾ ഒട്ടും ബോധവാന്മാരല്ലാത്ത ഒരു സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു വിഷയം നമ്മളോട് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സബ്ജക്ട് ഇതിനോടുള്ള ഏറ്റവും നമ്മൾ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി ഇത്രമാത്രം ബോധവൽക്കരിക്കുക എന്ന രീതിയിലുള്ള ഒരു ടോക്കാണ് ശ്രീ ബിപിൻ നടത്തുക. ഏകദേശം ഒരു 35-45 മിനിറ്റിന്റെ ടോക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് ക്വസ്റ്റ്യൻ ആൻസർ, ചോദ്യങ്ങൾ ചോദിക്കാം. അതിനിടയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. പക്ഷെ കഴിയുന്നതും നമ്മളുടെ ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ടോക്ക് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. കാരണം ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. രണ്ടാമത്തത്, വിപിൻ ഇവിടെ ഒരു ഡോക്ടറായിട്ടല്ല പ്രസന്റ് ചെയ്യുന്നത്. ഡോക്ടർ ഒരു റിസർച്ച് സയന്റിസ്റ്റ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടറോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളെക്കാൾ വിപിൻ അതിന്റെ കാരണങ്ങളും ഇല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതായിരിക്കാം പ്രസന്റ് ചെയ്യാന്നാണ് നമ്മളുടെ ഒരു ധാരണയും നമ്മളുടെ ഒരു പറയലും അതെ. അപ്പൊ അതുകൊണ്ട് ഇതിന് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അദ്ദേഹം മലയാളത്തിലാണ് സംസാരിക്കുക, പക്ഷെ എല്ലാ ടെക്നിക്കൽ ടേംസും ഇംഗ്ലീഷിൽ തന്നെ അദ്ദേഹം ഉപയോഗിക്കും. ഇത് മോഡറേറ്റ് ചെയ്യുന്നത് ശ്രീ നന്ദു ആണ്. ഡോക്ടർ നന്ദു സയൻസ് പീപ്പിളിന്റെ ഒരു മെന്റർ തന്നെയാണ്. അതുപോലെ ധാരാളം ടോക്കുകളും നന്ദു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. നന്ദു ഒരു പ്രാക്ടീസിങ് ഡോക്ടർ കൂടിയാണ്. അപ്പോൾ രണ്ടുപേർക്കും സ്വാഗതം. അതുപോലെ ഈ സമയത്ത് വന്ന് ഈ സയൻസ് പീപ്പിളിന്റെ ടോക്ക് കേൾക്കാനായി വന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്വാഗതം. എൻ്റെ പേര് സതീശൻ എന്നാണ്. എൻ്റെ കൂടെ ഫ്രാൻസിസ്, രമേഷ്, പുരുഷോത്തമൻ, അഭിഷേക് എന്നീ സയൻസ് പീപ്പിളിന്റെ പ്രവർത്തകരുണ്ട്. എല്ലാവരും ഈ സയൻസ് പീപ്പിൾ ശ്രദ്ധയോടെ കേൾക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. എത്ര ചെറിയ ചോദ്യങ്ങളാണെങ്കിലും ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നുകിൽ ടൈപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഹാൻഡ് റേസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യും. അതുവരെ നമ്മൾ ഇപ്പോൾ മ്യൂട്ട് ചെയ്യും എല്ലാവരെയും. ഹോസ്റ്റ് ആയിട്ടുള്ള എല്ലാവരെയും മ്യൂട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും അത് ടോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നന്ദു ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. നന്ദു, വിപിന്റെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടുത്തിയാൽ വളരെ നന്നായി. നേരത്തെ പറഞ്ഞ പോലെ ഈ പരിപാടി മോഡറേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച സംഘടകരോട് ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് ഇവിടെ ടോക്ക് സർവൈക്കൽ ക്യാൻസറിനെ കുറിച്ചാണ്. ഇത് പ്രധാനമായും സ്ത്രീകളിലാണ് കാണുന്നത്. ലോകത്ത് സ്ത്രീകളുടെ മരണത്തിന് കാരണമാകുന്ന ക്യാൻസറിൽ 4ാമത്തെ സ്ഥാനമാണ് ഇതിനുള്ളത്. ഈ ക്യാൻസർ മുഖ്യമായി കാണുന്നത് സബ് സഹാറൻ ആഫ്രിക്ക, സെൻട്രൽ അമേരിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നീ മേഖലകളാണ് ഈ ക്യാൻസർ പ്രധാനമായിട്ടും കാണുന്നത്. ഇത് ഒരു വൈറസ് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വന്ന രോഗാണുവിന്റെ കൂടുതൽ കാലമുള്ള ഇൻഫെക്ഷനാണ് ഇതിന് കാരണം. അതിനാൽ ഇതൊരു തടയാൻ പറ്റാവുന്ന ഒരു അസുഖമാണ്. വാക്സിനേഷൻ അല്ലെങ്കിൽ ഡയഗ്നോസിസ്, സ്ക്രീനിങ് മുതലായ മൂലം തടയാൻ കഴിയാവുന്ന ഒരു അസുഖമാണ്. പക്ഷേ വികസ്വര രാജ്യങ്ങളിലാണ് ഈ അസുഖം കൂടുതൽ കാണുന്നത്. അതിനാൽ ഇവിടെ ഇതിനുള്ള തർക്കങ്ങൾ
അല്ലെങ്കിൽ ഇതിന്റെ അവൈലബിലിറ്റി കുറവ് കാരണം ഈ രാജ്യങ്ങളിൽ കൂടുതൽ ഈ തരത്തിലുള്ള ക്യാൻസർ കാണുന്നതാണ്. ഇത് കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇത്. ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ വിപിൻ മോഹൻലാലാണ്. അദ്ദേഹം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഒരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹം തന്റെ PhD മൈക്രോബിയൽ ബയോടെക്നോളജിയാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്ത് ക്യാൻസറിനെ കുറിച്ച് പോസ്റ്റ് ഡോക്ടറൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ കർണിക്കൽ ക്യാൻസറിനെ തടയാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് ഡ്രഗ് മോളിക്യൂൾസിലാണ് അദ്ദേഹം മെയിനായിട്ട് അദ്ദേഹം ഗവേഷണം നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അയർലൻഡിലെ ഡബ്ലിനിലെ പ്രശസ്തമായ ട്രിനിറ്റി കോളേജിൽ ക്യാൻസർ ഇമ്മ്യൂണോതെറാപ്പിയിൽ പോസ്റ്റ് ഡോക്ടറൽ ട്രെയിനിങ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഈ ടോക്കിലേക്ക് സ്വാഗതം. വെൽക്കം ഡോക്ടർ വിപിൻ മോഹൻലാൽ. താങ്ക് യു നന്ദു ഫോർ ദാറ്റ് വണ്ടർഫുൾ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ ഇന്ന് സംഭാഷണം ചെയ്യാൻ പോകുന്ന സർജിക്കൽ ക്യാൻസറിനെ കുറിച്ചിട്ടാണ്. ഞാൻ കഴിയുന്നത്ര മലയാളത്തിലോട്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കും. പിന്നെ ഏതെങ്കിലും ടെക്നിക്കൽ ടേംസും കുറച്ചൊക്കെ വരുന്നത് ഞാൻ ഇംഗ്ലീഷിലായിരിക്കും പറയുന്നത്. പിന്നെ ഒത്തിരി ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. ഒരു സർഫസ് ലെവലിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, ഒരു ഡീപ്പായിട്ട് നമ്മൾ റിസർച്ചേഴ്സ് സംസാരിക്കുന്ന ഒരു രീതിയിൽ ഞാൻ സംസാരിക്കത്തില്ല. ഒരു നോർമൽ ലെവൽ, ഒരു ലേമാന് എത്രത്തോളം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന വൈറസിൽ നിന്നാണ് കൂടുതൽ പകരുന്നതായി കണ്ടുവരുന്നത്. ഇന്ത്യയിൽ ഇത് ഏറ്റവും വരുന്ന ക്യാൻസർ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. സ്ത്രീകൾ വരുന്ന ക്യാൻസർ 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്, സെക്കൻഡ് സെർവിക്കൽ ക്യാൻസർ. ഒരു WHO സ്റ്റഡി പ്രകാരം ഇന്ത്യയിൽ ഒരു വർഷം നിയർലി 1,27,000 വുമണിനെ ഈ ക്യാൻസർ അഫക്ട് ചെയ്യാറുണ്ട്. ആൻഡ് നിയർലി ഒരു വർഷം 77,000 വുമൺ ഈ ക്യാൻസർ കാരണം മരിക്കുകയും ചെയ്യുന്നു. നിയർലി ബിറ്റ്വീൻ ഒരു ഏജ് ഫ്രം 25 to 45 നിയർലി ഈ ക്യാൻസറിൽ ഇന്ത്യൻ പീപ്പിളിനെ ഡയഗ്നോസ് ചെയ്യുന്നത് മോസ്റ്റ്ലി. അത് മോസ്റ്റ്ലി ഒരു 90 to 95% നിയർലി ഒരു ടെർമിനൽ സ്റ്റേജിലാണ് കണ്ടുവരുന്നത്. ആ ടെർമിനൽ സ്റ്റേജിന് ഈ ഒരു ക്യാൻസറിന്റെ പ്രശ്നം വളരെ അധികം ചികിത്സ ലഭ്യമല്ല, ഉള്ള മരുന്നുകൾ അത്ര പ്രാപ്തകരവുമല്ല ഇതിന് ചികിത്സിക്കുന്നത്. സോ നമ്മളൊരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതിൽ സെർവൈക്കൽ റീജിയൻ എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെയും വജിനിന്റെയും ഇടയ്ക്ക് വരുന്ന ഒരു റീജിയൻ ആണ്. ഈ സെർവൈക്കൽ റീജിയന് പല ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. ഓവുലേഷൻ ടൈമിൽ സ്പേമിന് വജയിൽ നിന്ന് ഫലോപ്പിയൻ ട്യൂബിലോട്ട് പോകാനുള്ള ഒരു കണ്ടീഷൻ ഈ സെർവൈക്കൽ റീജിയനാണ് ഒരുക്കുന്നത്. നോർമലി യൂട്രസും സെർവിക്കലും വജനും ഒരു അസിഡിക് കണ്ടീഷനാണ്. ഈ അസിഡിക് കണ്ടീഷന്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള അങ്ങനെയുള്ള അണുക്കൾക്ക് വളരാൻ മോസ്റ്റ്ലി ഒരു ആൽക്കലൈൻ കണ്ടീഷനാണ് വേണ്ടത്. അപ്പം ഈ യൂട്രസും സെർവൈക്കൽ വജൈനൽ റീജിയനും ഒരു അസിഡിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതിനെ അങ്ങനെ വൈറസും ഇൻഫെക്ഷൻസും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ സ്പേമിന്, ബീജാണുവിന് കടന്നു പോകണമെങ്കിൽ ഒരു ന്യൂട്രൽ pH വേണം. അപ്പം ഓവുലേഷൻ സമയത്ത് ഈ സെർവിക്കൽ റീജിയൻ ചില സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു ന്യൂട്രൽ pH ഈ പർട്ടിക്കുലർ റീജിയന് കൊടുക്കും. അങ്ങനെ ബീജാണുവിന് ഈ വഴി കൂടെ കടന്നു പോകാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഡെലിവറി സമയത്ത് സെർവൈക്കൽ റീജിയൻ ആണ് കോൺട്രാക്ട് ചെയ്ത് ബേബി വെളിയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നത്. ഇത്ര അധികം ഉപയോഗമുള്ളൊരു ഒരു റീപ്രൊഡക്റ്റീവ് ഭാഗത്തിന്റെ ഒരു ഇതാണ് സെർവൈക്കൽ റീജിയൻ. ആൻഡ് ഈ പർട്ടിക്കുലർ ഭാഗത്താണ് നമുക്ക് സെർവിക്കൽ ക്യാൻസർ കണ്ടുവരുന്നത്. അതും മെയിൻലി ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഈ വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിയർലി 200 ടൈപ്പ് ഓഫ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ട്. ഇതെല്ലാം ക്യാൻസർ കോസിംഗും അല്ല. ഇതിനകത്ത് ഒരു 95% ഒരു വാട്സ് പോലുള്ള കോസ് ചെയ്തേ ഉള്ളൂ. അതും ഈ വാട്സ് പോലെ കോസ് ചെയ്യുന്നത് അത് അത്ര അപകടകരമായ ഒരു അസുഖവുമല്ല. അത് ചിലപ്പം തനിയെ പോവുകയും ചെയ്യും. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ വാട്സിന് എന്തെങ്കിലും ടോപ്പിക്കൽ ക്രീമോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതോടെ പോകുന്നതുമായിരിക്കും. അല്ലാതെ ഈ പർട്ടിക്കുലർ വാട്സ് നിയർലി 2 years ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രയോതെറാപ്പിയോ സർജിക്കൽ വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതൊരു ക്യാൻസർ അല്ല, അതാണ് ഇവിടെ സൂക്ഷിക്കേണ്ടത്. 95% 200 ടൈപ്പ് HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉള്ളതിൽ നിയർലി 95% ക്യാൻസർ കോസിംഗ് അല്ല. അതിൽ അവര് വാട്സ് എന്ന് പറഞ്ഞ ഈ അരിമ്പാറ കണക്കുന്ന ഒരു സാധനമാണ്. അതുപോലെ ഒരു സാധനം
ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അത് നമുക്കൊരു ജീവന് ഒരു ഹാനിയുമില്ല. അതൊരു ടോപ്പിക്കൽ ക്രീം ആപ്ലിക്കേഷന് കൂടെയോ മാറ്റാവുന്നതാണ്. അതാ മാറിയില്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് സർജിക്കലിയോ ക്രയോതെറാപ്പി വഴിയോ അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മോസ്റ്റ്ലി നമ്മൾ ഈ കണ്ടുവരുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണ്. പക്ഷേ ഇത് സ്കിൻ ടു സ്കിൻ കോൺടാക്ട് വഴിയും പകരാറുണ്ട്. അതാണ് നമുക്ക് ഈ വാട്സ് കയ്യിലും കാലിലും ഒക്കെ വരുന്നത്. പക്ഷേ ക്യാൻസർ കോസിംഗ് വൈറസ് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെയിൻസ് ആണ് ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ളത്. 95% ക്യാൻസർ കോസിംഗ് അല്ല, വാട്സ് മാത്രം അരിമ്പാറ പോലുള്ള സാധനങ്ങളെ ഉണ്ടാക്കത്തുള്ളൂ. പക്ഷെ ബാക്കി വരുന്ന ഒരു 5 എണ്ണം HPV 16, HPV 18, 33, 34, 35 ഈ ഇനങ്ങളാണ് മെയിൻലി ക്യാൻസർ കോസ് ചെയ്യുന്നത്. ആൻഡ് എല്ലാത്തിലും കണ്ടുവന്നിരിക്കുന്നത് ഇത് മെയിൻലി ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയിട്ടാണ് വരുന്നത്. അത് സെക്ഷലി ഇന്റിമേറ്റ് ആവുന്ന റീജിയൻസിലാണ് ഇത് കൂടുതൽ വരാൻ ചാൻസ്. അതുകൊണ്ട് വുമന് സെർവിക്കൽ റീജിയൻ, ഓറൽ റീജിയൻ ആൻഡ് ഏനൽ റീജിയൻ ആണ് ഈ ക്യാൻസർ കൂടുതൽ കണ്ടുവരുന്നതും. ആൻഡ് മെന്നില് മോസ്റ്റ്ലി ഓറൽ, പിനിയൽ ആൻഡ് ഏനൽ റീജിയൻ. പക്ഷേ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ക്യാൻസർ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ക്യാൻസർ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സെർവിക്കൽ റീജിയനിലാണ്. ബാക്കിയുള്ള റീജിയൻസ് ഓറൽ, ഏനൽ റീജിയനും താരതമ്യേന വളരെ കുറവാണ്. സെർവിക്കൽ റീജിയൻ മേ ബി എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ഹോർമോണൽ ഇതുമെല്ലാം ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ഒരു ഹൈ ഹോർമോണൽ ആക്ടിവിറ്റി എല്ലാം കൊണ്ട് വൈറസസിന് അവിടെ വളരാൻ കുറച്ചുകൂടെ ഇതായത് കൊണ്ടായിരിക്കും അവിടെ വളരുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. എന്റെ ഒരു ഷോർട്ട് ജേർണി ടു ക്യാൻസർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഫ്റ്റർ ഐ ഡിഡ് മൈ MSc ഇൻ ബയോടെക്നോളജി, ഞാൻ 2005 ഞാൻ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. അവിടെ റീജിയണൽ ക്യാൻസർ സെന്റർ ട്രിവാൻഡ്രം ആയിട്ട് ഒരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തെ സെർവിക്കൽ ക്യാൻസർ ആയിരുന്നു. അപ്പം ഡോക്ടേഴ്സ് സർജറി ചെയ്ത് കഴിഞ്ഞ് എക്സസൈസ് ചെയ്ത സർജറി, ഇപ്പം സെർവിക്കൽ ക്യാൻസറിന്റെ സർജിക്കൽ റിമൂവൽ ഓഫ് ക്യാൻസർ ഉണ്ടല്ലോ, അപ്പൊ ആ ക്യാൻസർ സാമ്പിൾസ് നമ്മുടെ ലാബിലോട്ട് തരും. ആ ലാബിൽ നമ്മൾ പിന്നെ അതിനെ അനലൈസ് ചെയ്യും. ഏത് ടൈപ്പ് ഓഫ് HPV കാണാം എന്ന് വെച്ചാൽ പല HPV കാരണം ക്യാൻസേഴ്സ് ഉണ്ടാക്കാം. HPV 16, 18 നേരത്തെ പറഞ്ഞ കണക്ക്. അപ്പം ഏത് ടൈപ്പ് HPV ആണ് ഇത് ക്യാൻസർ കോസ് ചെയ്യുന്നത് നമ്മുടെ ലാബിലാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനും നിന്നത്. ഞാനൊന്ന് ജൂനിയർ റിസർച്ച് ഫെലോ ആയിരുന്നു, ജസ്റ്റ് ഉള്ളായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ 2 വർഷം കാലയളവിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കണ്ടുവന്നിരുന്നത് നിയർലി 95% ഓഫ് ദി ക്യാൻസർ റിപ്പോർട്ട് ചെയ്തിരുന്നത് 45 ഇയേഴ്സ് എൽഡർ വുമണിലായിരുന്നു. ആൻഡ് ഇത് മോസ്റ്റ്ലി ഇൻ ടെർമിനൽ സ്റ്റേജിലാണ് വരുന്നത്. ടെർമിനൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസറിന് ഒരു ചികിത്സ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് അറിയാവുന്ന ഡ്രഗ്സുകൾ വെച്ച് കഴിഞ്ഞാലും ഇത് കംപ്ലീറ്റ് മാറണമെന്നുമില്ല. അതും പിന്നെ ഒരു പാലിയേറ്റീവ് കെയർ ആണ് കൂടുതൽ. ചില വേദന കുറയ്ക്കുക, അങ്ങനത്തെ ഒരു പാലിയേറ്റീവ് കെയർ പിന്നെ പറ്റത്തുള്ളൂ. പിന്നെ ഒരു ലൈഫ് സ്പാൻ അത് കഴിഞ്ഞൊരു 5 to 6 years ഒക്കെ നമ്മൾ പറയുള്ളൂ. പിന്നെ ബാക്കി വരുന്ന 5% എന്തെങ്കിലും ഒരു നോർമൽ ടെസ്റ്റിംഗ് കൂടെ കണ്ടുപിടിച്ച് വരുന്ന ക്യാൻസർ ഇന്നത്തെ സ്റ്റേജ് ആണെങ്കിൽ അത് പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസർ. അതുകൊണ്ട് ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻസർ ആണ് സെർവിക്കൽ ക്യാൻസർ. പിന്നെ നമ്മൾ അന്ന് സ്റ്റഡി ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ദ കേസസ് HPV അസോസിയേറ്റഡ് ആയിരുന്നു. HPV കാരണം കൊണ്ടുണ്ടായ ക്യാൻസേഴ്സ് ഉണ്ട്. ക്യാൻസർ ആയിരുന്നില്ല എല്ലാം. നമ്മൾ ആ ഒരു കാലയളവിൽ ഞാൻ കണ്ടിരുന്ന സ്റ്റഡി ചെയ്തപ്പോൾ എല്ലാം ഈ വൈറസ് കാരണം ഉണ്ടായ ക്യാൻസേഴ്സ് ആണ്. അല്ലാതെ HPV അല്ലാത്ത ക്യാൻസേഴ്സും ഉണ്ട്, പക്ഷെ അത് വളരെ ചുരുക്കമാണ്. മേ ബി ഒരു പെർസെന്റേജ് കണക്ക് പറഞ്ഞാൽ നിയർലി ഒരു 90 to 99% വരുന്നത് HPV അസോസിയേറ്റ് ക്യാൻസർ ആയിരിക്കും, സെർവൈക്കൽ ക്യാൻസർ. നോൺ HPV റിലേറ്റഡ് വരുന്നത് ജസ്റ്റ് ഒരു 1% ഈവൻ അതിൽ കുറവേ കാണത്തുള്ളൂ. പിന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ക്യാൻസർ വരാം? ഒന്ന് പറയുന്നത് ഏർലി മാരേജ് അല്ലെങ്കിൽ സെക്ഷലി ആക്റ്റീവ് ആയിട്ട് വരികയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സെക്ഷലി ആക്റ്റീവ് ആവുക അല്ലെങ്കിൽ മാരേജ് കഴിക്കുക എന്നുള്ളൊരു കാരണമാണ്. ഇതെന്തെന്ന് വെച്ചാൽ ആ ഒരു പ്രായത്തിൽ 13, 14, 15 വയസ്സൊക്കെ ആവാൻ നേരത്ത് ആ ഒരു പ്രായത്തിൽ നമ്മുടെ സെർവൈക്കൽ റീജിയൻ, ഒരു സ്ത്രീയുടെ സെർവൈക്കൽ റീജിയൻ അത്ര പ്രൊഫൗണ്ട് ആയിട്ട് നല്ല ഡെവലപ്ഡ് ആയിരിക്കത്തില്ല. ആ ഒരു ടൈമിൽ പെർസിസ്റ്റന്റ് ആയിട്ട് HPV ഇൻഫെക്ഷൻസ് ഉണ്ടായാൽ പെട്ടെന്ന് ക്യാൻസേഴ്സ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഹാവിങ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, അതും വേറൊരു കാരണമാണ്. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉണ്ടാവാൻ നേരത്ത് പെർസിസ്റ്റന്റ് ആയിട്ട് സെർവിക്കൽ റീജിയൻ HPV ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ക്യാൻസറിന് ഒരു കാരണമായി ഇത് ക്യാൻസറായിട്ട് മാറാനുള്ളൊരു ചാൻസസ് ഉണ്ട്. പിന്നെ പ്യുവർ ജെനറ്റിക്കൽ ഹൈജീൻ ഒരു കാരണമാണ്. പിന്നെ സ്മോക്കിംഗ്, അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇത് ഈ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് എല്ലാം ഒരു കോഫാക്ടേഴ്സ് ആയിട്ടാണ്. ഇതൊരു പ്രധാന കാരണം എന്ന് ഒരിക്കലും എടുത്ത് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം ഫർദർ ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ സ്മോക്കിങ്ങും ഇതുമെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വീക്ക് ആക്കുന്ന സ്റ്റഡീസും ഉണ്ട്.
അതിന്റെ കൂടെ ഇത് ഇങ്ങനത്തെ ക്യാൻസേഴ്സ് പോലുള്ള അസുഖങ്ങളെ ട്രിഗർ ചെയ്യാനുള്ള ചാൻസസും ഉണ്ടെന്നൊക്കെ പറയും. പിന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് ഒരു ഇതാണ്. പിന്നെ നമ്മുടെ പ്രതിരോധ ശക്തി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരാളുടെ പ്രതിരോധ ശക്തി അനുസരിച്ചാണ് അയാൾ ഈ ഒരു ഇൻഫെക്ഷനെയോ ക്യാൻസറിനെ എങ്ങനെ മറികടക്കുന്നു അതോ എതിർത്ത് നിൽക്കുന്നു എന്ന് അറിയാൻ പറ്റുന്നത്. അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം എത്ര ശക്തിപ്പെടുന്നു അതനുസരിച്ച് ഈ ക്യാൻസേഴ്സ് ഒഴിഞ്ഞു പോകാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ വേറെ ഒരു പോപ്പുലേഷൻ ബേസ് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് നമ്മൾ പറയും. അത് വെച്ച് കണ്ടുപിടിച്ച വേറൊരു കാര്യം, കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ ഈ ക്യാൻസർ കൂടുതലായി കണ്ടത്. അതും 5 വർഷമോ അതിൽ കൂടുതലോ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ ഈ ക്യാൻസർ കൂടുതലായിട്ട് കണ്ടുപിടി 6 times കൂടുതൽ. ഈ പിൽസ് ഉപയോഗിക്കാത്ത സ്ത്രീകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 6 times കൂടുതൽ ഈ സർവിക്കൽ ക്യാൻസറിൽ ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ കണ്ടുവരുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അതിനൊരു മേജർ കാരണം ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസിൽ ഹോർമോൺസ് കാണും, പ്രൊജസ്ട്രോൺ, ഹോർമോൺസ് കാണും. ഈ ഹോർമോൺ ഇങ്ങനത്തെ പിൽസ് ഉപയോഗിക്കാൻ നേരം നമ്മുടെ ബോഡിയിലുള്ള ഒരു ബേസിക് ഒരു ഹോർമോണൽ ബാലൻസ് കാണുമായിരിക്കും. അത് നഷ്ടപ്പെടുന്നത് കൊണ്ടുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം ഇത് നമ്മുടെ ഒരു ഘടനയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം കൊണ്ടായിരിക്കാം ക്യാൻസറിനെ ട്രിഗർ ചെയ്യാൻ ചാൻസസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പം ഇതിനകത്ത് പലതും ഒരു കോഫാക്ടേഴ്സ് ആയിട്ടാണ് നമുക്ക് കാണേണ്ടത്. പിന്നെ ഇതൊരു ഡിഫറെന്റ് സ്റ്റേജസ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഈ ആദ്യത്തെ പിക്ചർ കാണുന്നത് അതൊരു നോർമൽ സെർവിക്സ് ആണ്. പിന്നെ ഒരു ഏർലി സ്റ്റേജ് ഓഫ് ക്യാൻസർ ആണ്, ജസ്റ്റ് ഒരു ക്യാൻസറിന്റെ ഒരു തുടക്കമാണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ ക്യാൻസർ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് മൈനർ സർജറിയോ എന്തെങ്കിലും മെഡിക്കേഷൻസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്ന ഈ സ്റ്റേജ് 1B 2, ഈ സ്റ്റേജ് 1B നിന്നും ഈ ലേറ്റ് സ്റ്റേജ് 1B 2Bയിലൊക്കെ എത്താനായിട്ട് നിയർലി ഒരു ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 20 to 30 വർഷം എടുത്തിട്ടാണ് ഈ ഒരു ക്യാൻസർ സ്റ്റേജിലോട്ട് പോകുന്നത്. അല്ലാതെ ഒരു HPV ഇൻഫെക്ഷൻ ഇന്നുണ്ടായെന്ന് വിചാരിച്ചാൽ അത് ഒരു വർഷമോ ഒരു മാസങ്ങൾക്കുള്ളിൽ അതൊരു ക്യാൻസർ ആവത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഒരു പ്രതിരോധ ശക്തിയുണ്ട്, അതിന് ഈ ക്യാൻസർ മാറ്റാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ, ഇപ്പം മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, ഏർലി മാരേജ്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ക്യാൻസർ പെട്ടെന്ന് വരാനുള്ള ചാൻസസ് വരുന്നത്. ഇപ്പം യൂഷ്വലി നമ്മൾ നേരത്തെ RCCയിലൊക്കെ വെച്ച് നമ്മൾ കാണാൻ നേരത്ത് നമ്മൾ കാണുന്ന ഒരു ക്യാൻസേഴ്സ് ഒരു സ്ത്രീ ഒരു ക്യാൻസറുമായിട്ട് പ്രസന്റ് ചെയ്യാൻ യൂഷ്വലി സ്റ്റേജ് 1B അല്ലെങ്കിൽ സ്റ്റേജ് 2B ടെർമിനൽ സ്റ്റേജസ് നമ്മൾ പറയും. ഈ ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ യൂഷ്വലി കാണുന്നത്. ഇതിന് മുന്നേ അവര് ടെസ്റ്റുകളൊന്നും ചെയ്യത്തില്ല, ചെറിയ ഡിസ്കംഫോർട്ടേ കാണത്തുള്ളൂ. അപ്പം ആ ഒരു സ്റ്റേജിൽ ആരും വരത്തില്ല. ഒരു വലിയ ഡിസ്കംഫോർട്ട് അവരുടെ ഡെയിലി ലൈഫ് ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവുന്നേ തന്നെ ഒരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും സമയം നമ്മുടെ കൈവിട്ട് വയ്ക്കുകയാണ്. പിന്നെ സെർവിക്കൽ ക്യാൻസർ സിംറ്റംസ് ആണ് അടുത്തത്. ഈ ക്യാൻസർ ഉണ്ടായി കഴിയുന്നതായിരിക്കും പല ടൈപ്പിലുള്ള സിംറ്റംസ് ബോഡി തന്നെ കാണിക്കും. അൺയൂഷ്വൽ വജൈനൽ ബ്ലീഡിങ്, നമ്മുടെ പീരിയഡ്സിനൊക്കെ വ്യത്യാസം വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ ക്യാൻസർ ഗ്രോത്ത് അവിടെ ഉണ്ടാവാൻ നേരത്ത് പല ടൈപ്പിലുള്ള വജൈനൽ ഡിസ്ചാർജ്, അവിടെ നിന്നുള്ള ഫ്ലൂയിഡ്സ്, പല രീതിയിലുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ ഒഴുകി വരുന്ന ചാൻസസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഒരു സിംറ്റംസ് ആണ്. പിന്നെ ഈ സെക്ഷൽ ഇന്റർകോഴ്സ് ടൈം പെയിൻ ഉണ്ടാവുക, ഇതൊക്കെ കാണും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ആസ് ക്യാൻസേഴ്സ് നമ്മൾ നോക്കാൻ നേരത്ത് ക്യാൻസറിന് വളരെയധികം പെട്ടെന്ന് വളരുന്ന ഒരു സംഭവമാണ് ക്യാൻസർ. താരതമ്യേന ബോഡിയുടെ മറ്റേ ഭാഗങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാൻസർ വളരെയധികം റേറ്റിലാണ് വളരുന്നത്. അപ്പം അത്രയധികം റേറ്റിലാണ് വളരാൻ വേണ്ടി അത്രയധികം ന്യൂട്രീഷനും ഇതുമെല്ലാം അതിന് എനർജി എല്ലാം അതിന് വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഒരു വലിയ ഭാഗം എനർജി ഈ ക്യാൻസർ തന്നെ വലിച്ചെടുക്കുകയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആ സമയത്ത് വീക്ക് ആവുകയും ചെയ്യും. പിന്നെ ഈ ബോൺസിലുള്ള പോകേണ്ടുള്ള കാൽഷ്യം എല്ലാം ഇത് പിടിച്ചെടുക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബോണ് വീക്ക് ആവാനും ലെഗിൽ സ്വെല്ലിങ് അങ്ങനത്തെ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട്. പിന്നെ സെർവിക്കൽ ക്യാൻസർ വന്നു കഴിയാൻ നേരത്ത് യൂഷ്വലായിട്ട് നമ്മൾ കാണുന്നത് പെർസിസ്റ്റന്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, യൂറിനറി ആ ഭാഗത്തുള്ള വജൈനൽ ആ റീജിയൻസിലൊക്കെ യൂറിനറി ട്രാക്ട് എല്ലാം ഭയങ്കരമായിട്ട് ഈ തുടരെ ഇൻഫെക്ഷൻസും വജൈനൽ റീജിയനിൽ തുടരെ ഇൻഫെക്ഷൻസും എല്ലാം കണ്ടുവരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു നോർമൽ ഒരു സെർവിക്സിലും വജൈനയിലും ആ റീജിയൻസിലൊക്കെ എപ്പോഴും ഒരു അസിഡിക് pH ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ഒരു ക്യാൻസർ വന്നു കഴിയാൻ ആ ഒരു റീജിയൻ ഒരു ആൽക്കലൈൻ ഒരു pH മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഫംഗൽ ഡിസീസസും വൈറൽ ഡിസീസസും ബാക്ടീരിയൽ ഡിസീസസും ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഇതെല്ലാം ഒരു ഓവറോൾ സിംറ്റംസ് ആണ് സെർവിക്കൽ ക്യാൻസർ. എങ്ങനെയാണ് ഒരു നോർമൽ സെർവിക്സ്, ഒരു വുമന്റെ ഒരു നോർമൽ സെർവിക്സ് ഒരു ക്യാൻസറസ് ആയിട്ട് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിന് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും? ഇത് അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമ്മൾ കൊച്ചിലെ നമ്മുടെ ബയോളജി ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ ശരീരത്തിൽ ഒരു പ്രതിരോധ ശക്തിയുണ്ട്.
വൈറസസും ബാക്ടീരിയസും ഒക്കെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉന്മൂലനം ചെയ്യാനും അതിനെ തകർത്ത് കളയാനും അതിനെ മാറ്റാനും ഒരു ഘടകം നമ്മുടെ ശരീരത്തിലുണ്ട്. അതിന് നമ്മൾ ഇമ്മ്യൂൺ സെൽസ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഒരു വാരിയേഴ്സോ സോൾജേഴ്സ് എന്ന് പറയുന്ന ഒരു ടേം ആയിരിക്കും. പട്ടാളക്കാർ എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു നല്ല ടേം നമുക്ക്. ഈ പട്ടാളക്കാർ എപ്പോഴും നമ്മുടെ ബ്ലഡിൽ കാണുന്നതാണ്. അവർ എല്ലാ സ്ഥലത്തും അറിയാം. അതായത് നമ്മൾ ഇമ്മ്യൂൺ സർവൈലൻസ് എന്നാണ് പറയുന്നത്. വെച്ചാൽ സർവൈൽ ചെയ്ത് നടക്കുക. അപ്പം ഇത് എല്ലാ സ്ഥലത്തും പോയി ബോഡിയുടെ എല്ലാ സ്ഥലത്തും ഇവർ കാണുന്നതായിരിക്കും. എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ക്യാൻസർ ആയാലും ബാക്ടീരിയലോ വൈറൽ ഇൻഫെക്ഷൻ ആയാലും ഇവർ ഉടനെ തന്നെ അതിനെ ഉന്മൂലനം ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊരു ഇമ്മ്യൂൺ സർവൈലൻസ് പറയാൻ കാരണം ഇത് 24 hours 24/7 ഇത് പ്രാവർത്തികമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് ഇത്രയും ഒരു ശക്തമായ ഒരു ഇമ്മ്യൂൺ സിസ്റ്റമും വാരിസും പട്ടാളക്കാരൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ക്യാൻസറും ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാകുന്നത്? ഇതാണ് നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻഫെക്ഷൻ പറ്റി എങ്ങനെയാണ് ഒരു സർവിക്കൽ ക്യാൻസർ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ HPV ക്യാൻസർ ഇൻഫെക്ഷൻ ഉണ്ടാകും. നമ്മൾ എന്തായാലും നമ്മുടെ ബയോളജി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഈ ചെറിയ ചെറിയ കോശങ്ങൾ കൊണ്ട്, സെൽസ് എന്ന് നമ്മൾ ചെറിയ ചെറിയ കോശങ്ങൾ, മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റുന്ന കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ സെൽസ് ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് ബയോളജിയിലെല്ലാം. അപ്പം ഈ കോശങ്ങളിലാണ് ഈ HPV പോയി ആദ്യം ഇൻഫെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ കോശങ്ങളിൽ എങ്ങനെയാണ് HPV ഇൻഫെക്ട് ചെയ്യുന്നത് പഠിച്ചാലേ നമുക്ക് ഇതിനെതിരെയുള്ള എന്തെങ്കിലും ഒരു മരുന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ റിസർച്ചേഴ്സും സയന്റിസ്റ്റും എല്ലാം ഈ കോശങ്ങൾ ഉള്ളിലോട്ട് ഈ പർട്ടിക്കുലർ HPV ഇൻഫെക്ഷൻ എങ്ങനെ കയറുന്നു, അതെങ്ങനെ അതിൻ്റെ ഉള്ളിൽ കടക്കുന്നു, അതെങ്ങനെയാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സെർവിക്കൽ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിന്റെ കോശങ്ങൾ, അവിടെയുള്ള സെൽസ്, ബില്യൺസ് ഓഫ് സെൽസ് ഉണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സെല്ലെടുത്ത് നമുക്ക് എങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും. അപ്പം ഇതൊരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ്, സെർവിക്കൽ റീജിയൻ ഉള്ള ഒരു സെൽസ് ആണിത്. ഇത് ഓരോ സെൽസ് ആണ്. അപ്പം അവിടെ ഇൻഫെക്ട് ചെയ്ത് പിന്നെ ഇത് സെല്ലിന്റെ ഉള്ളിൽ കയറി അതിനുള്ള സെല്ലിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് പിന്നെ അതിന്റെ ഫ്യൂച്ചർ ജനറേഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു സെല്ലെടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം HPV എന്നൊരു വൈറസ് ഇത് വജയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ കുറെ സെല്ലുകളിൽ ഇങ്ങനെ കയറും. ആ സെല്ലിന്റെ അകത്തോട്ട് കയറിയിട്ട്, അപ്പം HPV എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാരസൈറ്റ് ആയിട്ട് കാണാം. എന്ന് വെച്ചാൽ അതിനൊരിക്കലും സ്വന്തമായിട്ട് അതിന്റെ റീപ്രൊഡക്ഷനോ ഒന്നും അതിന് പറ്റത്തില്ല. അതിന് ഫ്യൂച്ചർ ജനറേഷൻസ് ഉണ്ടാക്കണമെങ്കിൽ അത് സ്വന്തമായിട്ട് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഏതെങ്കിലും ഒരു ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് അതൊരു പാരസൈറ്റ് പോലെയാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പം ഒരു സെല്ലിന്റെ അടുത്തിൽ കയറി കഴിഞ്ഞിട്ട് അതിനകത്ത് ഉള്ള ന്യൂട്രിയൻസും അതിനകത്തുള്ള ഫെസിലിറ്റീസും അതും എല്ലാം വെച്ചിട്ടാണ് അത് അതിന്റെ ഫ്യൂച്ചർ ജനറേഷൻ വൈറസസും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സെല്ലിനെ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 100-ൽ പരം വൈറസ് അതിനകത്ത് നിന്ന് ഉണ്ടാക്കും. അത് കണക്ക് എത്രയോ സെൽസിനെ അഫക്ട് ചെയ്യുന്നു അതനുസരിച്ച് അത്രയും വൈറസസ് ഉണ്ടാകും. ഇപ്പൊ നമ്മൾക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും പറയും എനിക്കൊരു പനിയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടർക്ക് പോയി പറയുന്നു എനിക്കൊരു പനിയുണ്ട്, എനിക്കൊരു ട്രീറ്റ്മെന്റ് വേണം. പക്ഷെ സെൽസിന് അങ്ങനെ വായോ ചെവിയോ കണ്ണോ ഒന്നുമില്ല ഒന്നും പറയാം. അപ്പം ഒരു സെല്ലിന് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയലോ വൈറലോ ക്യാൻസറസോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആ സെല്ലിനും ഫീൽ ചെയ്യും എനിക്കെന്തോ പ്രശ്നമുണ്ട്. അപ്പം അത് സംസാരിക്കുന്നത് ചെറിയ മെസ്സഞ്ചേഴ്സ് വഴിയാണ്. ഇത് നമ്മൾ സ്മോൾ ബയോ മോളിക്യൂൾസ് എന്നാണ് ഈ മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ വാട്സപ്പ് ഒക്കെ അയക്കുന്ന കണക്ക് മെസ്സേജസ് ഒക്കെ അയക്കുന്ന കണക്ക് ഇത് മെസ്സേജസ് അയക്കും. ആർക്കാണ് അയക്കുന്നത്? നമ്മുടെ ഇമ്മ്യൂൺ സെൽസ്. ഇമ്മ്യൂൺ സെൽസ് ഞാൻ നേരത്തെ പറഞ്ഞു സർവൈലൻസ് നടത്തിക്കൊണ്ടിരിക്കും. അവർ ഈ ബ്ലഡ് വെസൽസിലെല്ലാം ഇപ്പൊ കാണും, സർവൈലൻസ് നടത്തിക്കൊണ്ടിരിക്കും. എവിടെ ഇൻഫെക്ഷൻ ഉണ്ടോ ഔട്ട്ഔട്ട് സെല്ല്. അപ്പം ഈ ഒരു സെല്ല് ഇൻഫെക്റ്റഡ് ആയി കഴിയുമ്പം ആ സെല്ല് ഈ ഇമ്മ്യൂൺ സെല്ലിനെ അറിയിക്കുന്നത് ഈ മെസ്സഞ്ചേഴ്സ് വഴിയാണ്. അപ്പൊ ഈ മെസ്സഞ്ചേഴ്സ് പോയി ബ്ലഡ് വെസലിലോട്ട് കയറി ചെന്ന് അവിടുത്തുള്ള ഇമ്മ്യൂൺ സെല്ലിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അപ്പം ഈ മെസ്സഞ്ചേഴ്സ് എവിടെ നിന്നാണോ വരുന്നത് ആ ദിശയിൽ പോയി അവിടെ ചെന്ന് കുറെ ഇമ്മ്യൂൺ സെൽസ് ചെന്ന് ഈ സെല്ലിനെ അങ്ങ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സെല്ല് പറയുകയാണ് ഞാൻ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു, എന്നെ ഉന്മൂലനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സഞ്ചർ അയക്കുന്നത്. അപ്പം ഈ മെസ്സേജ് കിട്ടിയുടനെ തന്നെ ഇമ്മ്യൂൺ സെൽസ് അവിടെ ചെന്ന് ഈ ഇമ്മ്യൂൺ സെൽസ് കില്ലർ മോളിക്യൂൾസ്, ഞാനങ്ങനെ കില്ലർ മോളിക്യൂൾസ് ഇത് കുറെ പ്രോട്ടീൻസ് ആണ്, ഇത് ഉപയോഗിച്ച് ഈ സെല്ലിനെ കംപ്ലീറ്റ്ലി അങ്ങ് ഉന്മൂലനം ചെയ്യുകയാണ്. ഈ സെല്ലിനെ ഉന്മൂലനം ചെയ്തില്ലെങ്കിലോ ആ സെല്ല് പിന്നെ ഇരുന്ന വൈറസിനെ പിന്നെയും പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഇൻഫെക്ഷൻ കൂടി വരത്തേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇമ്മ്യൂൺ സെൽസ് വന്ന് ഈ സെൽസിനെ അകത്തുള്ള ആ വൈറസോട് ഉൾപ്പെടെ ആ സെല്ലിനെ കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പം പിന്നെ നമ്മൾ പിന്നെയും വിചാരിക്കുന്നത് ഇതാണ്, ഇതൊക്കെ ഇത്രയും നല്ലൊരു എഫിഷ്യന്റ് സിസ്റ്റം ഒക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ക്യാൻസർ വരുന്നത് എന്നുള്ളൊരു ചിന്ത എന്തായാലും നമുക്കുണ്ടാകും. അപ്പം നമ്മൾ അതിനകത്തോട്ട് നമുക്ക് കടക്കാം. പിന്നെ ഇവിടെ ജസ്റ്റ് ഞാൻ കാണിച്ചിരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു HPV ഇൻഫെക്ഷനോ ഒരു ക്യാൻസറോ ജസ്റ്റ് ഒരു 2 or 3 വർഷമോ അതോ മാസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല. ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കുറെ വീക്സ് നിൽക്കും, ഒരു പ്രോമിനന്റ് സെൽസ് ആയിട്ടൊക്കെ ഇൻഫെക്റ്റഡ് ആയിട്ട് വരും. എന്നിട്ട് വിത്തിൻ 2 years ഒരു 90% ഓൾമോസ്റ്റ് നിയർലി നമ്മുടെ ഹീലാവും. മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ഇത് ഹീലായി മാറുകയും ചെയ്യും. അതെല്ലാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം വന്ന് ഇങ്ങനത്തെ സെൽസിനെ റെക്കഗ്നൈസ് ചെയ്ത് ഇങ്ങനത്തെ ഇൻഫെക്റ്റഡ് സെൽസ് ഉണ്ട്, ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഇനി അപകടകരമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അതിനെ ഉന്മൂലനം ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ചില സെൽസുകളിൽ റെക്കഗ്നൈസ് ചെയ്യാതെ പോയെന്നിരിക്കാം, അവരിതിന് ഈ ഇമ്മ്യൂൺ സെൽസിനെ തന്നെ പ്രതിരോധിച്ചെന്നിരിക്കാം. അങ്ങനത്തെ ഉള്ളൊരു ഫാക്ടേഴ്സ് ആണ് ഒരു 10-30 വർഷത്തിന് ശേഷം ക്യാൻസറായി മാറുന്നത്. അപ്പം ഇതിനകത്ത് പറയുന്നത് ഒരു 0.8% ഓഫ് ഇൻഫെക്റ്റഡ് സെൽസ് മാത്രമേ ക്യാൻസറസ് ആയി മാറാനുള്ള ചാൻസസ് ഉള്ളൂ. അപ്പം അത്രയും കുറവാണ് അത് ഇതിൽ നിന്ന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇത്ര എഫിഷ്യന്റ് ആണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ക്യാൻസർ വേരി ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്? അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സെല്ല് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി അങ്ങനെ ഒരു ക്യാൻസർ സെൽസ് എത്തിക്കഴിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവർ ഈ കില്ലർ മോളിക്യൂൾസ് ഉണ്ടാക്കി ആ ക്യാൻസറിനെ കൊല്ലാൻ നോക്കും. അപ്പോഴെന്താണ് നമ്മുടെ ഈവൻ HPV എന്നൊരു വൈറസും ഏതൊരു ബാക്ടീരിയയും അതും ഇന്റലിജന്റ് ആണ്. അതും നേച്ചറിൽ കിടന്ന് ഇത്രയും നാൾ ഇവോൾവ് ചെയ്ത് ഇത്ര നാൾ സർവൈവ് ചെയ്തതാണ്. അപ്പം അതിന് ഒരു സർവൈവൽ സ്ട്രാറ്റജി കാണും. അതിനും ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും അതുമെല്ലാം ഉണ്ടതുകൊണ്ട് അതിനും നേച്ചർ ഒരു സർവൈവൽ സ്ട്രാറ്റജി കൊടുക്കും. അപ്പം അവര് വേറെ കുറെ ഇനാക്ടിവേറ്റേഴ്സ്, ഞാൻ ഇനാക്ടിവേറ്റേഴ്സ് ഒരു പേര് കൊടുത്തെന്ന് ഇനാക്ടിവേറ്റേഴ്സ് നല്ല ഇവര് വേറെ മോളിക്യൂൾസ് ഉണ്ട് ഇവർക്ക്. E6, E7 പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് HPV ഉണ്ടാക്കുന്നത്. ഞാനിപ്പോ അത്രയൊരു സൂക്ഷ്മ ലെവലിലൂടെ ഞാൻ പോകുന്നില്ല. ഇനാക്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞ കുറെ മോളിക്യൂൾസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇതെന്തിനാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ കില്ലർ മോളിക്യൂൾസ് ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്തതിനെ നശിപ്പിക്കാൻ വേണ്ടി. അപ്പം അതിനെല്ലാം നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസറിന്, ഈ പർട്ടിക്കുലർ HPV വൈറസിന് ആ ക്യാൻസറിനുള്ളിൽ നല്ലതുപോലെ ആ ന്യൂട്രിയൻസ് ഉപയോഗിച്ച് നല്ലതുപോലെ വളർന്നു വരാം. ഇങ്ങനെ ഒരു ചാൻസസ് ഒക്കെ ഉണ്ടാവാൻ നേരത്താണ് ചില എസ്കേപ്പ് ചെയ്ത് അത് പിന്നെ ഒരു ട്യൂമറിലോട്ട് മാറിപ്പോകുന്നത്. നമുക്ക് വളരെ അധികം സർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ പൊതുവായ ഒരു അവബോധം വളരെ കുറവാണ്. അപ്പം ഇതിനെക്കുറിച്ച് WHO തന്നെ ജാനുവരി ഓഫ് എവരി ഇയർ ഒരു അവബോധ മാസം എന്ന് ബോധവൽക്കരിക്കുന്ന ഒരു മാസം എന്നാണ് പറയുന്നത്. ഇതിനെ HPV കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് പ്രിവെന്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്താണെന്ന് അറിയുക, സ്ക്രീനിങ്ങും അതിന്റെ കൂടെയുള്ള സ്ക്രീൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സ്ട്രാറ്റജി. അതിലോട്ട് നമ്മൾ പിന്നെ വരുന്നതാണ്. പിന്നെ ഈ സർവിക്കൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യുന്നതിന് വൺ ഓഫ് ദ ബെസ്റ്റ് ഇതാണ് സ്ക്രീനിങ്. സ്ക്രീനിങ് വഴി നമുക്ക് നിയർലി ഒരു 70 to 80% ഓഫ് ദി ഇപ്പൊ വരുന്ന ഈ ക്യാൻസേഴ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഒരു പ്രിവെന്റബിൾ ക്യാൻസർ ആണ്. ഇപ്പൊ പാസ്മിയ എന്നൊരു ടെസ്റ്റ് ആണ് ഇതിന് വേൾഡ് വൈഡ് അറിയപ്പെടുന്നത്. ഇത് ജോർജ് പാപ്പിനക്ലോവ എന്ന് പറഞ്ഞൊരു ഗ്രീസ് മനുഷ്യനാണ് ഇത് 1930s ഈ പർട്ടിക്കുലർ പാസ്മിയ ടെസ്റ്റ് കണ്ടുപിടിച്ചത്. ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റിൽ നമ്മൾ കണ്ടുവരുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവിക്കൽ റീജിയൻ ആണല്ലോ നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു സ്പെക്യുലം എന്നൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഒരു സ്പെക്യുലം എന്നൊരു ഇൻസ്ട്രുമെന്റ് വെച്ച് ഈ വജൈനൽ റീജിയൻ കുറച്ച് ലൂസ് ആണ്, അപ്പം അതൊന്ന് മാറ്റി നിർത്താം, അകത്തി നിർത്താൻ സ്റ്റിഫൻ ചെയ്ത് മാറ്റി നിർത്താൻ വേണ്ടി ഈ സ്പെക്യുലം ഉപയോഗിച്ചൊന്ന് മാറ്റി നിർത്തും. പിന്നെ ഒരു ലൈറ്റ് സോഴ്സിന്റെ ഹെൽപ്പോടെ ഒരു സ്പാച്ചുലയോ ഇതോ ഇട്ടിട്ട് നമ്മൾ ആ സാമ്പിൾസ് എടുക്കും. അവിടെ നിന്ന് എന്തെങ്കിലും ക്യാൻസർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അവിടെ നിന്ന് സെൽസുകൾ നമ്മൾ കളക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു സർട്ടിഫൈഡ് സൈറ്റോളജിസ്റ്റ് ഇത് ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് അവിടത്തുള്ള സെൽസിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പം ഇവിടെ നമുക്ക് കാണാം കുറച്ച് സെൽസിന് കുറച്ച് ഡിഫറെന്റ് ഒരു കളർ പോലെയാണ്. അപ്പം ഒരു സൈറ്റോളജിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കും ഇവിടെ ഈ സെൽസ് എന്തോ ഡിഫറൻസിയേഷൻ, അതൊരു ക്യാൻസേഴ്സ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് ടെസ്റ്റ് ആയിട്ട് വരും. ഒരു പാപ്സ്മിയർ കൊടുത്തു കഴിഞ്ഞാൽ നിയർലി ഒരു 1 or 2 weeks ആണ് ഈ റിസൾട്ട് കിട്ടുന്നത്. അവർ ഫർദർ കൺഫേം ചെയ്തിട്ടാണ്. അപ്പം എപ്പോഴും എടുക്കാൻ നേരത്തെ ഒരു 2 or 3 സാമ്പിൾസ് എപ്പോഴും സർവിക്കൽ റീജിയൻ എടുത്തിട്ടാണ് അവർ ഫർദർ കൺഫേം ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അപ്പം ഇത് ജസ്റ്റ് സെയിം ആണ്. സ്പെക്യുലം എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ്. ഇത് വെച്ച് ആ വജൈനൽ വാൾ ഒന്ന് അകത്തി നിർത്തും. എന്നിട്ട് ഈ പർട്ടിക്കുലർ ബ്രഷോ ഓർ സ്പാച്ചുല വെച്ചിട്ട്
ഇവിടെ സെൽസ് മാറ്റുകയാണ്. എന്നിട്ടാണ് അത് ഫർദർ സൈറ്റോളജിസ്റ്റ് മൈക്രോസ്കോപ്പിൽ വെച്ച് അത് അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ 2 വീക്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു പാപ്നിയസ് ടെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണെങ്കിൽ സെൽസ് എന്തോ ഡിഫറൻഷിയേറ്റഡ് സെൽസ് ഉണ്ട്, ക്യാൻസർ സെൽസിന് ഒരു ചാൻസസ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പോകുന്നത് കോൾപോസ്കോപ്പി എന്ന് പറഞ്ഞ വേറൊരു ടെക്നിക്കാണ്. പിന്നെ ഒരു ക്ലിനിക്കലോ ഡോക്ടറോ സജസ്റ്റ് ചെയ്യുന്നത്, അതുകൂടെ ചെയ്തിരിക്കണമെന്നാണ്. അപ്പം ഇതിൽ നമ്മൾ ബേസിക്കലായിട്ട് കാണുന്നത് ഈ സെർവൈക്കൽ റീജിയൻ നമ്മളൊരു കോൾപോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു മൈക്രോസ്കോപ്പ് വെച്ച് ഡയറക്റ്റ്ലി നോക്കുകയാണ്. അതിനൊരു ബീം ഓഫ് ലൈറ്റ് കാണും. എന്നിട്ട് നമ്മൾ നേരത്തെ ഒരു സ്പെക്കുലം വെച്ച് ഈ വജൈനെ ഒന്ന് വിടർത്തി വെച്ചിട്ട് അതിൽ കൂടെ നമ്മൾ നോക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു സെർവൈക്കൽ റീജിയന്റെ ഒരു ക്ലിയർ കട്ട് വ്യൂ നമുക്ക് ഡയറക്റ്റ്ലി ആ ഡോക്ടറിനോ ആ ക്ലിനിഷ്യനോ കാണാൻ പറ്റുന്നതായിരിക്കും. ക്യാൻസർ ഇപ്പം നിയർലി ഒരു ടെർമിനൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്ത് കാണാൻ പറ്റും. പക്ഷെ ഇതൊരു ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ആണ് ഇരിക്കുന്നതെങ്കിൽ, പ്രൈമറി സ്റ്റേജ് ആണ്, ഇൻഫെക്ഷൻ വളരെ ചെറുതാണ്, ക്യാൻസറിന്റെ ഗ്രോത്ത് ചെറുതായിട്ട് തുടങ്ങിയതേ ഉള്ള ആ ഒരു സ്റ്റേജിൽ ഡയറക്ട്ലി വിഷ്വലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേറെ ആ ഒരു ടൈമിൽ തന്നെ ഈ കോൾപോസ്കോപ്പി കൂടെ നോക്കിയിട്ട് തന്നെ സർജൻ ഒരു 5% അസിറ്റിക് ആസിഡ് ആ നോർമൽ സർവിക്സിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുകയുണ്ടായിരിക്കും. എന്നിട്ട് ഒരു 60 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോർമൽ സർവിക്സ് നോക്കി ഇതേപോലെ വളരെ ക്ലിയർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഇതോട് ഡിഫറൻഷിയേറ്റഡ് സെൽസ് ഒന്നും ഇല്ല, ക്യാൻസർ സെൽസ് ഒന്നും ഇല്ലെന്ന് തന്നെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അല്ലാതെ ഈ സെക്കൻഡ് സ്ലൈഡിൽ കാണുന്ന ഇതുപോലെ എന്തെങ്കിലും ഒരു വൈറ്റ് പാച്ച് പോലെ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു അബ്നോർമൽ വൈറ്റ് പാച്ച് ആണ്. ഈ വൈറ്റ് പാച്ച് ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്യാൻസർ ഗ്രോത്ത് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഇതല്ലാതെ വേറൊന്നുണ്ട്, ലൂഗോൾസ് ഐഡിൻ എന്ന് പറഞ്ഞൊരു ഐഡിനും വെച്ച് ആ പർട്ടിക്കുലർ റീജിയനിൽ സ്വാബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 60 സെക്കൻഡ് സ്വാബ് ചെയ്ത് 60 സെക്കൻഡ് വിട്ട് കഴിഞ്ഞാൽ നോർമൽ സർവീസായി ഫുള്ളി ബ്രൗൺ കളറായിട്ട് മാത്രമേ കാണത്തുള്ളൂ. എന്തെങ്കിലും ഡിഫറൻഷിയേറ്റഡ് ക്യാൻസറസ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഒരു യെല്ലോ പാച്ച് പോലെ വരും. ഇവിടെ കാണുന്ന ഒരു യെല്ലോ പാച്ച് പോലെ അവിടെ വരും. ഈ യെല്ലോ പാച്ചിന്റെ അടുത്ത് ഈ ഒരു റീജിയനിൽ ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ പിന്നെ ഇത് അപ്പം എന്തായാലും ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു യെല്ലോ പാച്ചോ ഇങ്ങനെ അസിറ്റിക് ആസിഡിലോട്ടോ വൈറ്റ് പാച്ചോ കണ്ടു കഴിഞ്ഞാൽ അവിടെ ക്യാൻസർ ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയാണ് അടുത്ത നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ സാമ്പിളിംഗ് എടുക്കുക. ഇതൊരു ബയോപ്സി ഫോർസെപ്സ് എന്ന് വെച്ചൊരു ഫോർസെപ്സ് വെച്ചിട്ടാണ് ഇതിന്റെ ഒരു സാമ്പിളിംഗ് എടുക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചതിൽ ഇവിടെ ഈ കോൾപോസ്കോപ്പി വെച്ച് നോക്കാൻ നേരത്ത് ഈ ഡയറക്റ്റ് വ്യൂവും അല്ലാതെ തന്നെ ഇവിടെ ഒരു മോണിറ്ററും കാണാം. ഈ മോണിറ്ററിൽ നോക്കിയിട്ടാണ് കുറച്ചുകൂടി ക്ലോസർ ഡിഫൈൻഡ് വ്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പൊ എപ്പോഴും ആ ഒരു മോണിറ്ററും അവിടെ തന്നെ കാണും. ആ മോണിറ്ററിന്റെ ഹെൽപ്പോടെയാണ് ഈ ഒരു ബയോപ്സി ഫോർസെപ്സ് വെച്ച് അവിടെ നിന്നുള്ളൊരു സാമ്പിൾ എടുക്കുന്നത്. ഇതൊരു ടിഷ്യൂ സാമ്പിൾ തന്നെ. മറ്റേ നേരത്തെ നമ്മൾ എടുക്കുന്ന മറ്റേ സെൽസ് മാത്രം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. ഇതാകുമ്പോൾ ബയോപ്സി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു സ്മോൾ സെഗ്മെന്റ് സ്മോൾ ടിഷ്യൂ എടുത്തിട്ട് ഇത് ഫർദർ മൈക്രോസ്കോപ്പിക് സ്റ്റഡീസും ഫർദർ അനാലിസിസും ഏത് HPV ആണ് ഡിറ്റർമിൻ ചെയ്യാൻ, ഏത് സ്റ്റേജിലാണ് ഈ ക്യാൻസർ എത്തിയിരിക്കുന്നത് എന്നൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇതിന്റെ ഫർദർ പ്രോസസ്സിലായിട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ചെറിയൊരു വീഡിയോ ആണ്. സോ ഇവിടെ കാണുന്നത് ഒരു മോണിറ്റർ വെച്ച് ഡയറക്റ്റ് കുറച്ചുകൂടെ ക്ലിയർ വ്യൂ കിട്ടി. ഈ ഒരു സ്പെക്കുലം പോലെ ഒരു ഇൻസ്ട്രുമെന്റ് അകത്തൂടെ വെച്ച് ഇവിടെ ഇത് ലൈറ്റ് സോഴ്സ് ആണ് ഇരിക്കുന്നത്. അത് വെച്ച് ഡയറക്റ്റ് അവിടെ നിന്ന് ആ ബയോപ്സി ആ പർട്ടിക്കുലർ ടിഷ്യൂ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഫർദർ പ്രോസസ്സിന് കൊണ്ടുപോയി ഫർദർ നമ്മൾ ഏത് സ്റ്റേജ് ഓഫ് ക്യാൻസർ ആണ്, ആ ഏത് HPV റിലേറ്റഡ് ക്യാൻസർ, HPV 16 ആണോ 18 ആണോ 33 ആണോ എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര വലിയ ടിഷ്യൂ സാമ്പിൾ നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇനി ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് സർവൈക്കൽ ക്യാൻസറിനുള്ളതെന്ന് അറിയേണ്ടത്. ട്രീറ്റ്മെന്റ്സ് ഞാൻ അത്ര അത് എന്റെ ഒരു മേജർ ഏരിയ അല്ല. പക്ഷെ എന്നാലും ഞാനത് ഈ സർവൈക്കൽ ക്യാൻസർ പറയുമ്പോൾ ഒരു ഫുൾ കവറേജോടെ പറയണമെന്നുള്ളത് കൊണ്ട് ഞാൻ അതുകൂടെ ഇട്ടതാണ്. ഇതൊരു ഡോക്ടേഴ്സിന്റെ സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ്. ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു സർജിക്കൽ റിമൂവൽ ഓഫ് അബ്നോർമൽ ടിഷ്യൂ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ചെറിയൊരു ഒരു യെല്ലോ പാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വൈറ്റ് പാച്ച് ലൂഗോൾസ് ഐഡിൻ ഇട്ട് കഴിഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു പാച്ച് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒരു സ്മോൾ സർജിക്കൽ റിമൂവൽ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് സർജിക്കൽ റിമൂവൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ലൂപ്പ് ഇലക്ട്രോ സർജിക്കൽ എക്സിഷൻ എന്നാണ് പറയുന്നത്. ഇത് ആ ലൂപ്പിന്റെ അറ്റത്ത് ഒരു ഇലക്ട്രിക്കൽ കറണ്ട് പോലെ പോകും. ഒരു ലോക്കൽ അനസ്തീഷ്യ കൊടുത്തിട്ട് ഈ പേഷ്യന്റ് ഈ പർട്ടിക്കുലർ ലൂപ്പ് വെച്ച് ആ പർട്ടിക്കുലർ ഈ വൈറ്റ് റീജിയൻ ക്യാൻസർ, അതൊരു ക്യാൻസറസ് റീജിയൻ ആണ്, ആ റീജിയൻ മാത്രം
എടുക്കുകയാണ് ചെയ്തത്, ക്യാൻസർ റീജിയൻ മാത്രം എടുക്കുകയാണ്. ഇതൊരു ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ക്യാൻസർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലൂപ്പ് സർജറി പോലെ ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് അത് ആ ഭാഗത്ത് മരുന്ന് ഒഴിച്ച് പിന്നീട് ഇങ്ങനത്തെ ഒരു സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളത്തേക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ച് സെക്ഷൽ ഇന്റർകോഴ്സിലോ സ്വിമ്മിങ്ങോ അങ്ങനെ ഹെവി ആക്ടിവിറ്റീസിനൊന്നും പറ്റൂല. ആ ടൈമിൽ റെസ്റ്റ് എടുക്കുക, ഈ പർട്ടിക്കുലർ ഹീൽ ചെയ്യണം. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഡോക്ടറെ പോയി കണ്ട് അതിന് ഫർദർ പിന്നെ വേറെ പ്രശ്നങ്ങളുണ്ടോ അതിന് ടെസ്റ്റിങ്ങും ഇതെല്ലാം കാണും. ഇതൊരു സർജിക്കൽ പ്രോസസ് ആണ്. പിന്നെ ഹിസ്റ്റക്ടമി എന്ന് പറയാനായിട്ട് ഈ ക്യാൻസർ വളരെയധികം വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് യൂട്രസോടെയോ അതിന്റെ യൂട്രസിന്റെ സെർവിക്സോടെയോ നമുക്ക് മാറ്റേണ്ടി വരും. പാർഷ്യൽ ഹിസ്റ്റക്ടമി അത് യൂട്രൈൻ ക്യാൻസറിന് വേണ്ടിയാണ് യൂട്രസ് മാത്രം എടുത്തു മാറ്റുന്നത്. ടോട്ടൽ ഹിസ്റ്റക്ടമി എന്ന് പറയാനായിട്ട് നമുക്ക് ഉണ്ടായ ക്യാൻസർ സെർവിക്സിൽ നിന്ന് യൂട്രസിലോട്ട് പോയി കഴിഞ്ഞാൽ ആ റീജിയനും കൂടെ മാറ്റേണ്ടി വരും. അതാണ് ടോട്ടൽ ഹിസ്റ്റക്ടമി. റാഡിക്കൽ ഹിസ്റ്റക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജൈനൽ റീജിയനിൽ കൂടി ഇത് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ വജൈനൽ റീജിയനും സെർവിക്സും യൂട്രസും വെച്ചിട്ട് അത് സർജിക്കലി റിമൂവ് ചെയ്ത് കളയുന്നതാണ് റാഡിക്കൽ ഹിസ്റ്റക്ടമി. പിന്നെ വേറെ ഒന്നും റേഡിയേഷൻ തെറാപ്പി ഉണ്ട്. അതിനകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രാങ്കി തെറാപ്പിയാണ്. റേഡിയേഷൻ തെറാപ്പി യൂഷ്വലി ചെയ്യാൻ നേരത്തെ സാധാരണ തെറാപ്പി ചെയ്യാൻ നേരത്ത് പ്രശ്നം പറ്റുന്ന വെച്ചാൽ നമ്മൾ സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയാണ് ചെയ്യുന്നെങ്കിലും അത് ചിലപ്പോൾ ഈ പർട്ടിക്കുലർ റേഡിയേഷൻ യൂട്രസിനെയും വജൈനെയും അഫക്ട് ചെയ്യാൻ ചാൻസസ് കൂടുതലുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ ഇല്ലാത്ത സ്ഥലങ്ങളിലും കൂടുതൽ ഇതിന്റെ ഈ പർട്ടിക്കുലർ റേഡിയേഷന്റെ എഫക്ട് കിട്ടുന്നത് കൊണ്ട് അത് നല്ലൊരു കാര്യമല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടൊരു റേഡിയേഷൻ തെറാപ്പിയാണ്. ഇത് വെച്ച് ഈ സ്പെസിഫിക്കലി സെർവൈക്കൽ റീജിയനിൽ മാത്രമായിട്ട് റേഡിയേഷൻ കൊടുത്ത് അവിടുത്തുള്ള ക്യാൻസേഴ്സിനെ കൊല്ലാൻ വേണ്ടിയുള്ളതാണ് ഈ പർട്ടിക്കുലർ ബ്രാങ്കിയ തെറാപ്പി. പിന്നെ കീമോതെറാപ്പി നമുക്ക് യൂഷ്വൽ ഒരു തെറാപ്പിയാണ്. യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതും ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്യാൻസർ കീമോതെറാപ്പിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് സർവിക്കൽ ക്യാൻസർ പാക്ലിറ്റാസിൽ, ഇർനോടെക്കാൻ, 5,4 യുറാസിൽ എന്ന കോമ്പൗണ്ട്സ് വെച്ചിട്ടാണ് യൂഷ്വലി ട്രീറ്റ് ചെയ്യുന്നത്. കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയുടെയും കുറച്ച് കീമോതെറാപ്പി ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ ഇത് ചെന്ന് ക്യാൻസർ സെല്ലിൽ കയറി ക്യാൻസർ സെല്ലിന് ഒരു സെൽ സ്വയമായിട്ട് കൊല്ലാനുള്ള ഒരു ഇനിഷ്യേറ്റ് ചെയ്ത് ആ ക്യാൻസർ സെൽ സ്വയമായി നശിച്ചു പോവുകയാണ്. പക്ഷെ കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ കണ്ടുവരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരിക്കലും ക്യാൻസർ സെല്ലിന് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഈ നമ്മൾ ഡ്രഗ് കൊടുക്കെങ്കിലും ഈ ഡ്രഗ് ചെന്ന് നോർമൽ സെൽസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്യാൻസർ സെല്ലിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പം കീമോതെറാപ്പിയും റേഡിയേഷൻ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ സെൽസ് അതിൻ്റെ കുറെ മരിക്കും, ക്യാൻസർ സെൽസ് മരിക്കുമായിരിക്കും, പക്ഷെ നമ്മുടെ നോർമൽ സെൽസ് മരിക്കുന്നുണ്ട് അതിന്റെ കൂടെ. അപ്പം അതിൻ്റെതായ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ ചാൻസ്. അതാണ് കീമോതെറാപ്പി ചെയ്യാൻ നേരത്തെ ആൾക്കാർക്ക് മുന്നിൽ പോകുന്നു, വേറെ ഡയറിയ പ്രശ്നങ്ങൾ, വേറെ ഒത്തിരി സൈഡ് എഫക്ട്സ് കുറെ വരാൻ കാരണം അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ അറിയേണ്ടത് ഞാൻ ഒരു ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ആണ് എടുത്തത്, പല ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സും ഉണ്ട്. ഇപ്പം വളരെ ക്യാൻസറിന്റെ ഒരു ഹൈയസ്റ്റ് മോഡൽ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇതാണ് ഇപ്പം എല്ലാ അസുഖങ്ങൾക്കും, ക്യാൻസർ അല്ല വേറെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ്, അൽസൈമേഴ്സ്, എല്ലാത്തിനും ഇപ്പൊ ഇമ്മ്യൂണോതെറാപ്പി ആണ് മുന്നിൽ നിൽക്കുന്നത്. അതാണ് ഇതിനെ മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത് ബേസിക് ആയിട്ട് ഞാനൊന്ന് ഒത്തിരി കൺഫ്യൂസ് ചെയ്ത് ബേസിക് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റാതെ തോറ്റുപോയി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ക്യാൻസർ ഇത്രയും വലുതായിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസർ ഉള്ള പേഷ്യന്റെ ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ഇമ്മ്യൂൺ സെൽ, ടി സെൽ എന്ന് പറഞ്ഞൊരു ഇമ്മ്യൂൺ സെല്ലാണ്, അതായത് ഇമ്മ്യൂൺ സെല്ലിന്റെ ബ്രാക്കറ്റിൽ ടി സെൽ എന്നിട്ടിരിക്കുന്നത്. അപ്പൊ ടി സെല്ലാണ് ഒരു ഇമ്മ്യൂൺ സെല്ലാണ്. ഈ ഇമ്മ്യൂൺ സെല്ലിനെ, ഈ പർട്ടിക്കുലർ ടി സെല്ലിനെ എടുത്തിട്ട് അത് നമ്മളൊന്ന് എഞ്ചിനീയർ ചെയ്യും. എന്ന് വെച്ചാൽ അവരെ കുറച്ചും കൂടെ ഒന്ന് പ്രാപ്തിയാക്കും, കുറച്ചും കൂടെ ഒരു വളമൊക്കെ കൊടുത്ത് കുറച്ചും കൂടെ ഒന്ന് പ്രാപ്തിയായിട്ട്, എന്ന് വെച്ചാൽ ഈ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഈ പർട്ടിക്കുലർ ഇതെല്ലാം നമ്മൾ ലാബിലുള്ള ചെയ്യുന്നത്. ഈ ബ്ലഡിൽ നിന്ന് ബ്ലഡ് വലിച്ചെടുത്ത് അതിനകത്ത് നിന്ന് ഈ ഇമ്മ്യൂൺ സെൽസ് മാത്രം മാറ്റിയെടുത്തിട്ട് ഇവനെ ഈ പർട്ടിക്കുലർ ഇമ്മ്യൂൺ സെൽ നമ്മളൊന്ന് എഞ്ചിനീയർ ചെയ്യും. എന്ന് വെച്ചാൽ ഒന്നും കൂടാണ്ട് ഇമ്മ്യൂണിറ്റി ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കും. അവനൊരു പ്രതിരോധ ശക്തിയോ ഒരു ക്യാൻസറിനെ കൊള്ളാനുള്ള കഴിവ് ഒന്നും കൂടെ ഒന്ന് കൂട്ടിക്കൊടുക്കും. എന്നിട്ട് ഈ കൂട്ടിക്കൊടുത്ത ശേഷം ഈ പർട്ടിക്കുലർ സെല്ലിനെ നമ്മളെ ലാബിലൂടെ തന്നെ ലക്ഷക്കണക്കിന് വളർത്തിയെടുക്കും. എന്നിട്ട് ഈ പർട്ടിക്കുലർ ലക്ഷക്കണക്കിന് വളർത്തിയെടുത്ത സെല്ലിനെ തിരിച്ച് നമ്മൾ ഈ ക്യാൻസർ ഉള്ള വ്യക്തിയിലോട്ട് തിരിച്ച് നമ്മൾ കയറ്റിപ്പിടിക്കുകയാണ്. ഒരു നോർമൽ ഒരു ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ പോലെ നമ്മൾ തിരിച്ച് കയറ്റിവിടുകയാണ്. അപ്പം നോർമൽ നമ്മുടെ ബോഡി കാട്ടി ഉള്ള ഇമ്മ്യൂൺ സെൽസിനെ കാട്ടി കൂടുതൽ ശക്തിയുള്ള ഒരു
സെല്ലാണിത്. ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ സെല്ല് ക്യാൻസർ സെല്ലിനെ പോയി അഫക്ട് ചെയ്യത്തുള്ളൂ. മറ്റേ നോർമൽ സെൽസിനെ ഒരിക്കലും ഇത് ഡിസ്റ്റർബ് ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ റേഡിയേഷനും കീമോതെറാപ്പിയും ഇതും എല്ലാം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസർ സെല്ലിനെയും തൊട്ടടുത്തുള്ള നോർമൽ സെല്ലിനെ അത് അഫക്ട് ചെയ്യും. അപ്പൊ അത് ഇൻഡയറക്റ്റ് അത് ആ പേഷ്യന്റിനും ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഗുണങ്ങൾ ഉണ്ടെങ്കിലും ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. പക്ഷെ ഈ പർട്ടിക്കുലർ സെല്ല് അത് ആ പേഷ്യന്റ് തന്നെ എടുത്ത സെല്ല് തന്നെയാണ്. അത് എടുത്തിട്ട് നമ്മൾ അവന്റെ ഒരു ശക്തി കൂട്ടിക്കൊടുക്കുകയാണ്. ശക്തി കൂട്ടിക്കൊടുത്തി അവനെ ലക്ഷക്കണക്ക് അതേ കണക്കുള്ളവനെ ഉണ്ടാക്കി തിരിച്ച് നമ്മൾ ഈ പേഷ്യന്റിലോട്ട് ഇഞ്ചക്ട് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് ഈ പർട്ടിക്കുലർ തിരിച്ചു വെച്ച സെൽസ്, അതിന് ടി സെൽസ് എന്നാണ്, അതായത് കൈമറ്റിലി എഞ്ചിനീയർഡ് സെൽസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അപ്പം ആ സെൽസ്, ഈ ശക്തി കൂടിയ സെൽസ് ഈ ക്യാൻസർ സെല്ലിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അത് വേറെ ആരെയും ഉപദ്രവിക്കില്ല. അതുകൊണ്ട് സ്പെസിഫിക്കലി ക്യാൻസറിന് മാത്രം ഉന്മൂലനം ചെയ്ത് കളയുകയും ചെയ്യും. സൈഡ് എഫക്ട്സുകൾ താരതമ്യേന കുറവുമായിരിക്കും. അപ്പം ഈ ഇടയ്ക്ക് നടത്തിയ ഒരു ട്രീറ്റ്മെന്റിൽ, ഒരു ഇമ്മ്യൂണോതെറാപ്പി ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ലിവർ ക്യാൻസറിന്റെ ആണെന്ന് തോന്നുന്നത്, ലിവർ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ അതിനകത്ത് ഒരു പൈലറ്റ് സ്റ്റഡി നടത്തിയപ്പോഴത്തേക്ക് 30 പേഷ്യൻസിനെ അവര് അതിനകത്ത് എൻറോൾ ചെയ്തു. ആ 30 പേഷ്യൻസിനും ആ ക്യാൻസറിന് ഉന്മൂലനം ചെയ്യപ്പെട്ടു. അപ്പം ഇതുവരെ ഒരു സ്റ്റഡിയിലും എൻറോൾ ചെയ്ത എല്ലാ പേഷ്യൻസിനും ക്യൂർ ആയ ഒരു സംഭവം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇമ്മ്യൂണോതെറാപ്പി നമ്മുടെ ട്രീറ്റ്മെന്റ്സ് എല്ലാം മാറി മറിക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ അതിന് ഇനിയും സ്റ്റഡികൾ ചെയ്യാനിരിക്കുന്നത് എപ്പോഴും നമുക്കൊരു ഹൊറൈസൺ കാണുമല്ലോ, എന്തെങ്കിലും പുതിയത് പഠിക്കണമെന്നുള്ള ഒരു ഹൊറൈസൺ കാണുമല്ലോ. അപ്പം ഇനിയും അതിൽ ഫർദർ ഈ പഠനങ്ങൾ വരേണ്ടതിരിക്കുന്നു. എന്നാലും പക്ഷേ ഇത് നമുക്ക് ഒരു നല്ലൊരു ഹോപ്പാണ് ഇമ്മ്യൂണോതെറാപ്പി തരുന്നത്. ഇപ്പം WHO ഒരു ഗ്ലോബൽ സ്ട്രാറ്റജി ഉണ്ട് ഈ സർവിക്കൽ ക്യാൻസർ എലിമിനേറ്റ് ചെയ്യാനുള്ളത്. ഇപ്പം നമുക്ക് സർവിക്കൽ ക്യാൻസറിന്റെ കേസസ് നമ്മളിപ്പം 2020 WHO സ്റ്റഡി വെച്ച് നോക്കുന്നത് ഏറ്റവും കൂടുതൽ മിഡിൽ ഇൻകം ലോ ഇൻകം കൺട്രീസിലാണ്. ആഫ്രിക്കൻ കൺട്രീസും ഏഷ്യൻ കൺട്രീസിലുമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം ഇവിടെ തന്നെ WHO ഒരു വാക്സിനേഷൻ ഉണ്ട്. ഈ വാക്സിനേഷൻ നിയർലി ഒരു കൺട്രിയിലെ 90% ഓഫ് ഗേൾസ് ബിലോ 15 വയസ്സിന് താഴെ കുട്ടികൾ ഫുള്ളി വാക്സിനേറ്റഡ് ആയിരിക്കണമെന്നാണ്. ഇപ്പൊ വാക്സിനേഷനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവർക്കും വാക്സിൻ എന്താണെന്ന് അറിയാം. ഒരു കോവിഡ് വന്നതുകൊണ്ട് എല്ലാവരും അതിനകത്തൊരു നോളജ് ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ഇൻഫെക്ഷൻ വരുന്നതിന് മുമ്പേ നമ്മൾ നമ്മുടെ ഒരു ബോഡിയെ ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരുമെന്നുള്ള ഒരു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം ബോഡി ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ഓൾറെഡി ആക്റ്റീവ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വരാനിട്ട് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന ഒരു ഇതായിരിക്കും. അപ്പം വാക്സിനേഷൻ എപ്പോഴും ഓൾറെഡി ഒരു ഇൻഫെക്ഷൻ അന്നേക്ക് വാക്സിൻ കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പം ഓൾറെഡി ക്യാൻസർ ഉള്ള ഒരു 35 സ്ത്രീക്ക് വാക്സിനേഷൻ കൊടുത്തിട്ട് കാര്യമില്ല. ഓൾറെഡി ആ ക്യാൻസർ ഉള്ളിൽ ഉള്ളതുകൊണ്ട്, ക്യാൻസർ അല്ല ഈ വൈറസോ ഇൻഫെക്ഷനോ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് WHO ഇതനുസരിച്ച് 15 വയസ്സ് ആകുന്ന കുട്ടികളിൽ ഈ HPV വാക്സിനേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഫ്യൂച്ചറിൽ ഈ സർവിക്കൽ ക്യാൻസർ ഡിക്രീസ് ചെയ്യാം. പിന്നെ സ്ക്രീനിങ് ആണ്. ഒരു കൺട്രിയിലുള്ള 70% ഓഫ് ദ വുമനെയും സ്ക്രീൻ ചെയ്തേക്കാം. അത് ബിറ്റ്വീൻ ഒരു 25 to 35, 45 ഇയേഴ്സിലുള്ള സ്ത്രീകളെല്ലാം ഒരു കൺട്രിയിലെ സ്ക്രീൻ ചെയ്തിരിക്കണം. ഈ ഒരു ടൈമിലാണ് ക്യാൻസേഴ്സ് അധികം റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത്. അതുകൊണ്ട് ആ സമയത്ത് സ്ക്രീൻ ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ പാപ്നിയർ ടെസ്റ്റ്, പിന്നെ മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് വരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ട്രീറ്റ്മെന്റ്, ഇപ്പം പ്രിവലന്റ് ആയിട്ടുള്ള പ്രീ ക്യാൻസേഴ്സ് ഉള്ള സ്റ്റേജിലുള്ള ക്യാൻസർ ഉള്ള സ്റ്റേജ് ഏതൊരു കൺട്രിയിലായാലും, ഏഷ്യൻ കൺട്രിയിലോ ആഫ്രിക്കൻ കൺട്രിയിലോ 90% ഓഫ് ദ വുമൺ അറ്റ്ലീസ്റ്റ് ഷുഡ് ഹാവ് എ പ്രീ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇൻവാസീവ് ആണെങ്കിലും ഒരു 90%. ഇതിപ്പം ഒരു സ്ട്രാറ്റജിയാണ് WHO ഈ സർവിക്കൽ ക്യാൻസർ ഫ്യൂച്ചറിൽ കംപ്ലീറ്റ്ലി മാറ്റി നിർത്താൻ വേണ്ടിയായിട്ട്. എല്ലാ വർഷവും ജാനുവരി ആണ് സർവിക്കൽ ക്യാൻസർ അവയർനെസ് എന്ന് പറഞ്ഞ WHO വെച്ചിരിക്കുന്നത്. അത് തന്നെ സർവിക്കൽ ക്യാൻസർ അവയർനെസ് വീക്ക് ജാനുവരി 20 to 28 ആണ്. എല്ലാ വർഷവും WHO അതുമായി ലിങ്ക് ചെയ്ത പല ഓർഗനൈസേഷനും സർവിക്കൽ ക്യാൻസർ അവയർനെസ് ജാനുവരി മന്തിൽ കൊടുക്കാറുണ്ട്. അത് ജാനുവരി വീക്ക് 20 to 28 ആണ് സർവിക്കൽ ക്യാൻസർ അവയർനെസ് പ്രിവെൻഷൻ വീക്ക് എന്ന് പറയുന്നത്. ഇന്ന് 28 ജാനുവരിയാണ്. അതുകൊണ്ട് ഇന്നൊരു ദിവസം ഈ ഒരു പർട്ടിക്കുലർ അവയർനെസ് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ താങ്ക് യു ഫോർ ഇൻസൈറ്റ്ഫുൾ ടോക്ക്. വളരെ സമഗ്രമായ ടോക്കായിരുന്നു. കാരണം ക്യാൻസറിന്റെ തുടക്കം മുതൽ ചികിത്സ വരെ, ഇപ്പോൾ ഏറ്റവും അവൈലബിൾ ആയ ചികിത്സ വരെ ഡോക്ടർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ സർവിക്കൽ ക്യാൻസർ
കാരണം നെഗ്ലിജൻസിന്റെയോ അല്ലെങ്കിൽ എന്താ പറയാ സർക്കറിയാത്തതിന്റെ പരമായിട്ടുള്ള അസുഖമാണ്. അപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടില് വാക്സിനേഷൻ പ്രോഗ്രാം ഉണ്ടോ? സർവൈക്കൽ ക്യാൻസറിനെതിരായിട്ടുള്ള വാക്സിനേഷൻ പ്രോഗ്രാം ഉണ്ടോ? അവൈലബിൾ ആണോ? അതോ ട്രയലിന് മുൻസാണോ? ഉണ്ടോ? ചോദ്യം വ്യക്തമായില്ലായിരുന്നു. നമ്മുടെ നാട്ടില് വാക്സിനേഷൻ പ്രോഗ്രാം ഉണ്ടോ സർവൈക്കൽ ക്യാൻസറിനെതിരായിട്ടുള്ള? സർവിക്കൽ അവയർനെസ് പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷെ അത് ആളുകൾ അത്രയും എത്തുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ ഒരു ലോക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് വഴിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് വലിയ തോതിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു അഭിപ്രായത്തിലാണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ പല റൂറൽ ഏരിയസും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെക്ഷൽ റിലേറ്റഡ് ടോപ്പിക്സിൽ പലവരും സംസാരിക്കാൻ മടിക്കുന്നതും അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ WHO ഇത് തന്നെ നമ്മുടെ സർവിക്കൽ ക്ലിനിക്കൽ ട്രയൽസ് ഇവിടെ കഴിഞ്ഞത് തന്നെയാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ഇനിയും അവയർനെസിന്റെ ആവശ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വാക്സിൻ അവൈലബിൾ ആണോ? വാക്സിൻ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാം എനിക്കൊന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് വഴിയെല്ലാം ഇപ്പം സെർവാരിക്സ്, ഗാർഡസിൽ എന്നൊക്കെ പറഞ്ഞുള്ള വാക്സിൻസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതും WHO വഴിയുള്ള സ്പെഷ്യൽ പ്രോഗ്രാംസ് വഴി ഇതിന്റെ റേറ്റ്സും എല്ലാം കുറവാണ്. ഇപ്പം വാക്സിൻസ് അവൈലബിൾ ആണ്. അത് ഈവൻ ഫോർ ബോയ്സിന് വരെ ഇപ്പം വാക്സിനേഷൻ കൊടുക്കുന്ന ഒരു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ബിക്കോസ് പിനൈൽ ക്യാൻസറും അങ്ങനത്തുള്ള ക്യാൻസേഴ്സും HPV കൊണ്ട് ഈവൻ താരതമ്യേന കുറവാണെങ്കിലും പിനൈൽ ക്യാൻസറും അങ്ങനത്തുള്ള ക്യാൻസേഴ്സ് ഉണ്ട്. പക്ഷെ മോർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഗേൾസിലാണ്. എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യയിലെ ഇൻസിഡൻസ് തന്നെ നോക്കാൻ നേരത്ത് വുമണിലെ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുന്ന സർവൈക്കൽ ക്യാൻസർ. നിയർലി 1,27,000 കേസസ് ആണ് ആസ് പെർ WHO പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻ ഇന്ത്യ ഓൺ ആൻ ആവറേജ് ബേസിസ്. ഇൻ ടോട്ടൽ വേൾഡ് നിയർലി 6 lakh കേസസ് ആണ് ഈ ഇയർലി റിപ്പോർട്ട് ചെയ്യുന്നത്. 3 lakhs ഡെത്ത്സും റിപ്പോർട്ട് ചെയ്യാറുണ്ട് ഗ്ലോബലി. ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. കഴിയാവുന്ന ചോദ്യങ്ങളും ചുരുക്കി ചോദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എല്ലാവരും. ഫ്രാൻസിസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, നല്ല ടോക്കായിരുന്നു, വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. താങ്ക് യു. ഞാൻ ചോദിക്കുന്നത് ഇവിടെ നമ്മുടെ ഇമ്മ്യൂണോതെറാപ്പിയില് ഇമ്മ്യൂണോതെറാപ്പിയുടെ കാര്യത്തെ അവസാനം പറഞ്ഞില്ലേ, ഈ സെൽസ് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് തിരിച്ച് ഇൻജക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എങ്ങനെയാണ് നന്ദു ഇവിടെ നേരത്തെ PCR കുറിച്ച് ഒരു ടോക്ക് നടത്തിയിരുന്നു. അതൊരു വളരെ ഇത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ വഴിയുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ. ഇത് ഒരു മീഡിയത്തിലിട്ട് ഈ സെൽസ് ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ ലാബിലുള്ള ഒരു കണ്ടീഷന് വെച്ച് നമ്മൾ ഈ സെൽസിനെ വളർത്തി എടുക്കുകയാണ്. അപ്പം നമുക്കൊരു 5-6 സെൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷങ്ങളിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരുന്നതാണ്. അതങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും, അങ്ങനെയാണോ? അത് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പൊ ഈ ബാക്ടീരിയ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന പഠിച്ചിട്ടില്ല, അതേ കണക്ക് ഈ സെൽസിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ ബേസിക് ഒരു നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു തന്നു കഴിഞ്ഞാല് ഈ പല്ലിയുടെ വാലറ്റ് പോയിട്ട് പിന്നെയും കിളിച്ച് വരുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ബോഡി തന്നെ ഈ മുടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ആ ഒരു പ്രതിഭാസം തന്നെ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ അതിങ്ങനെ റീജനറേറ്റ് ചെയ്തുകൊണ്ട് വരാനുള്ള ഒരു ചാൻസസ് അതിന് കൂടുതലാണ്. അതുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ലക്ഷക്കണക്കിന് കൊണ്ടുവരാൻ പറ്റും. അത് T സെല്ലിന് അങ്ങനെ പറ്റും, പക്ഷെ സാധാരണ ഒരു സെല്ലാണ് അങ്ങനെ പറ്റുമോ? സാധാരണ ഒരു സെല്ല് അങ്ങനെ പറ്റും, അങ്ങനെ പറ്റും. പക്ഷെ അതിനൊരു നമുക്കൊരു ഇതുണ്ട്. ലൈക്ക് നമ്മൾ യൂഷ്വലി ഈ സെൽസിനെ നമുക്ക് ഒരു ട്രാൻസ്ഫോം സ്റ്റേറ്റിലോട്ട് നമ്മൾ ആക്കും. എന്ന് വെച്ചാൽ അതിനുള്ളൊരു ശക്തി നമ്മൾ കൊടുക്കണം. അങ്ങനെ വേണം. അല്ലാതെ തന്നെ സാധാരണ നമ്മളൊരു സെൽ എടുത്തു കഴിഞ്ഞാലും അതൊരു ലിമിറ്റ് വരെ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് വരാൻ പറ്റും. നമ്മുടെ നോർമൽ ബോഡിയിൽ ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് വരാൻ പറ്റും. ഓരോ സെല്ലിനും ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രാപ്തിയും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, നന്ദു അല്ല വിപിൻ, ഞാൻ ചോദ്യം ചോദിക്കുന്നത് വാക്സിനെ പറ്റി പറയണ്ടല്ലോ, കോഡാസിൽ വാക്സിൻ.
അത് 2 ഡോസ് കമ്പൽസറി ആണോ എന്ന് അവർ ചോദിച്ചിരുന്നു. അത് എനിക്ക് അതിനെ കുറിച്ചൊന്നും വാക്സിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിയില്ല. അല്ല ഞാനത് പറഞ്ഞു, അതൊരു മെഡിക്കൽ സാധനം ആയിരിക്കും അല്ല, മിക്കവാറും. ഞാൻ അവിടെ നിന്നപ്പോൾ ഒരു കാര്യം പറയാം. ഇതിന്റെ 2 ഡോസ് വാക്സിൻ വന്നപ്പോ WHO ഒരു ഇവിടെ അതിന്റെ തുടങ്ങിയപ്പോൾ വാക്സിനേഷൻ പ്രോഗ്രാമിന് ക്ലിനിക്കൽ ട്രയൽസ് തുടങ്ങിയപ്പോഴത്തേക്ക് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ആണ് അതിന്റെ ഒരു പിവിറ്റൽ പോയിന്റ്. അപ്പം ഇവരുടെ ഏതോ ഒരു സെഗ്മെന്റില് ഇന്ത്യയുടെ ഏതോ ഒരു സെഗ്മെന്റ് ഒരു ഫസ്റ്റ് ഡോസ് കൊടുത്തതിന് ശേഷം അവിടെ എന്തൊക്കെയോ ഒരു ലോക്കൽ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ പല സ്ഥലത്ത് സെക്കൻഡ് ഡോസും കൊടുത്തായിരുന്നു. പക്ഷേ പിന്നെ പ്രോബ്ലംസ് ഒക്കെ ക്ലിയർ ചെയ്തു. എന്നിട്ട് അവര് എത്രയോ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ആ പർട്ടിക്കുലർ ഫസ്റ്റ് ഡോസ് മാത്രം കൊടുത്ത കുട്ടികളിലുള്ള പ്രതിരോധ ശക്തി നോക്കിയപ്പോൾ വളരെ നല്ലതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡോസും എഫക്റ്റീവ് ആണ്, ബട്ട് സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത് അതിനെക്കാട്ടി നല്ലതായി പ്രതിരോധ ശക്തി ഒന്നുകൂടെ കൂട്ടാൻ പറ്റും. ഇത് എന്റെ നോളജ് ആണ്, ഞാൻ അന്ന് കേട്ടതിൽ നിന്നുള്ള നോളജ്. അതായത് അത് അതിനെപ്പറ്റി തറപ്പിച്ച് പറയാൻ പറ്റിയ ഒരാളല്ല. ഇല്ല, അത് കുഴപ്പമില്ല, അതൊരു ഹെൽപ്ഫുൾ ആണ്. ആ ഒരു ഡയറക്ഷൻ ഹെൽപ്ഫുൾ ആണ്, അത്രേ. അപ്പൊ അത് ഇവർക്ക് വേണമെന്ന് വെച്ചാൽ കുട്ടികളെ കൊണ്ട് കാണിക്കാലോ, കുട്ടികൾക്ക് എടുത്തതാണ്. കുട്ടികളെ കൊണ്ട് വാക്സിനേഷൻ ചെയ്ത് ഒരു കംപ്ലീറ്റ്ലി തറവായിട്ട് നടത്തിയൊരു സ്റ്റഡിയാണ്. അതുകൊണ്ട് ഈ ഒരു വാക്സിനേഷൻ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ കോവിഡ് വന്നപ്പോ എല്ലാവരും വാക്സിൻ വെക്കാൻ പോയില്ലേ, അതേ കണക്ക് തന്നെയാണ് ഇതും. നമ്മളെല്ലാവരും വിശിട്ട് വാക്സിൻ വെക്കാൻ പോയില്ല, അതേ കണക്ക് തന്നെ ഒരു വാക്സിനേഷൻ പ്രോഗ്രാമാണ്. അല്ല, അത് വേണമെച്ചാൽ അവർക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യും കൂടി ആവാലോ. താങ്ക്സ്. വളരെ നന്നായിരുന്നു ടോക്ക്. കാരണം അവര് സയൻസ് പീപ്പിള് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ആ ഒരു പോയിന്റ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇപ്പോഴും ഉള്ളൊരു പരിധി, ഈ കാര്യങ്ങൾ ആരും തുറന്ന് സംസാരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സധൈര്യമായിട്ട് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇത് സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുക തന്നെ വേണം എന്നുള്ളത്. ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഒരു ചോദ്യം കൂടെ. രമേശ് ചോദിച്ചോളൂ. എനിക്കറിയുന്നത് വാക്സിനേഷൻ അല്ലാതെ ശബ്ദം ക്ലിയർ ആണോ? കേൾക്കുന്നില്ല കേട്ടോ, ശബ്ദം കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു ശബ്ദം. ഇപ്പൊ മ്യൂട്ടായി, അൺമ്യൂട്ട് ചെയ്ത്. ഇപ്പൊ കേൾക്കണ്ടോ? ഇപ്പൊ കേൾക്കാം, ചോദിച്ചോളൂ. ഓക്കെ, എന്റെ ചോദ്യം, ഇപ്പൊ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞല്ലോ. എന്താണ്? അപ്പോ ഈ വാക്സിനേഷൻ അല്ലാണ്ട് ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ലൈഫ് സ്റ്റൈൽ ഇപ്പം അതാണ് ഇപ്പം ഈ പോപ്പുലേഷൻ എപ്പിഡമോളജിക്കൽ ബേസ്ഡ് സ്റ്റഡീസ് വെച്ച് അവർ പറഞ്ഞിരിക്കുന്നത് സ്മോക്കിങ്ങും പിന്നെ ഡ്രിങ്കിങ്ങും ഇതൊക്കെ ഒരു ക്യുമുലേറ്റീവ് ഫാക്ടേഴ്സിലോട്ട് വരും ഇത് കോസ് ചെയ്യാനുള്ള. പിന്നെ വേറെ ഒരു പ്രിവെന്റീവ് മെഷർ ആയിട്ട് ഈവൻ കോണ്ടംസ് ഉപയോഗിക്കുന്നതും സെക്ഷൽ ഇന്റർകോഴ്സിൽ കോണ്ടംസ് ഉപയോഗിക്കുന്നതും ഒരു പ്രിവെന്റീവ് മെഷർ. മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് പലർക്കും ഇപ്പം അത് അവരുടെ ഇഷ്ടമാണ്, അതൊന്നും ഒരു എതിരുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ നേരത്ത് ഒരു കോണ്ടംസ് ഉപയോഗിച്ച് സമ്പർക്കം പുലർത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം അത് ഈ HPV ആയാലും എയ്ഡ്സ് ആയാലും ഗൊണീറിയ അങ്ങനെ പല ഡിസീസും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽസ് വേറെ സ്മോക്കിംഗ്, അതാണ് ഇപ്പൊ ഈ സ്മോക്കിംഗ് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിംഗ് സ്റ്റഡി അനുസരിച്ച് ഈ സിഗരറ്റില് നിയർലി 17 to 16 ക്യാൻസർ കോമ്പൗണ്ട്സും അതിന്റെ മുകളിലും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഉടനെ ക്യാൻസർ ഉണ്ടാക്കുമെന്നല്ല, പക്ഷെ ഇതെല്ലാം ഒരു ട്രിഗറിങ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇങ്ങനെ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വേറെ സാധനങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് അവരൊന്നും കൂടെ ഒന്ന് നിരുത്സാഹപ്പെടുത്തുന്ന കണക്കാണ്. പിന്നെ നമ്മുടെ ഒരു ഫാസ്റ്റ് ഫുഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഇതെല്ലാം ഒരു രീതിയിൽ നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ബേക്കറി പ്രോഡക്ട്സ്, ഫെർമെന്റഡ് പ്രോഡക്ട്സ്, അങ്ങനെ പല കാര്യങ്ങളും കഴിക്കുന്നത് ഇതെല്ലാം ബോഡി ഒരു രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ട് മോർ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കണം, അങ്ങനത്തെ ഉള്ള വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിക്കുക. പിന്നെ സറൗണ്ടിങ് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ട് കൊണ്ടുവരുന്ന അവർ പല രീതിയിലും പ്രോസസ് ഒക്കെ ചെയ്ത് പല കെമിക്കൽസ് ആഡ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്. അതാണ് പിന്നെ നമ്മുടെ ചുറ്റിനും കിട്ടുന്ന ഫ്രൂട്ട്സ്, കിട്ടുന്ന പലഹാരങ്ങൾ അത് മാത്രം കഴിക്കാൻ നോക്കുക.
അത് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. വളരെ സിമ്പിൾ ആയിട്ടുള്ള വഴിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു. ഡോക്ടർ, ഒരു ഡൗട്ടും കൂടി. ഒരു പ്രാവശ്യം HPV അബ്നോർമൽ ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾപോസ്കോപ്പി ഒക്കെ ചെയ്തു, അപ്പോഴൊക്കെ നോർമൽ ആണ് എന്ന് വന്നു കഴിയുമ്പോൾ വീണ്ടും ഈ HPV ഹയർ ലെവലിൽ തന്നെ നിൽക്കാൻ ചാൻസ് ഉണ്ടോ? അതോ അത് കൺട്രോൾ ചെയ്യാനായിട്ട് എന്തെങ്കിലും? അതിനാണ് നമ്മളൊരു കോൾപോസ്കോപ്പി ചെയ്തിട്ട് ഏത് ലെവലിലാണ് ഈ ക്യാൻസർ നോക്കുന്നത്. ഇത് ഒരു ടെർമിനൽ സ്റ്റേജ്, ഒരു ഇനിഷ്യൽ സ്റ്റേജ് കഴിഞ്ഞ് വിട്ടുപോയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ബയോപ്സി എടുക്കുന്നത്. പിന്നെ ഏത് സ്ട്രെയിൻ ആണ് എഫക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ക്യാൻസർ ഒരു വട്ടം നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു സെല്ല് മാത്രം ഇരുന്നാൽ മതി. നമ്മളിപ്പോ റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒരു സെല്ല് മാത്രം നഷ്ടപ്പെട്ടു, ഒരു കോശം മാത്രം നഷ്ടപ്പെട്ടു പോയാൽ അതും ഇരുന്നൊരു ക്യാൻസർ വരും. അതുകൊണ്ടാണ് അവർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് പറയും. ഇത്ര മാസം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ക്രീനിങ്ങിന് വരാനും ഒക്കെ പറയുന്നത് അതുകൊണ്ടാണ്. നോർമലി ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന സർവിക്കൽ ക്യാൻസർ ആകുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജസിൽ നമ്മൾ അതിനെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതുപോലെ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അത് എല്ലാ ഡോക്ടേഴ്സും പറയുന്ന ഒരു കാര്യമാണ്. ഇനിഷ്യൽ സ്റ്റേജ് നമ്മൾ പാപ്സ്മിയർ ടെസ്റ്റും ഇതെല്ലാം ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജസ് ആണെങ്കിൽ അത് പ്രിവെന്റബിൾ ആയിട്ടുള്ള ക്യാൻസർ. ടെർമിനൽ സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടാതെ. ഇപ്പൊ ഫസ്റ്റ് ടൈം ചെയ്തപ്പോ അങ്ങനെ ഉണ്ടായി, ബയോപ്സി ചെയ്തപ്പോ കുഴപ്പമില്ല, നോർമൽ സെൽസ് ആണെന്ന് കണ്ടു. പിന്നെ ഒരു 1 year ഗ്യാപ്പ് ആണ് ഇനി പറഞ്ഞേക്കുന്നത്. യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പൊ ഒരു റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 4 to 5 years ആണ്. ഒരു 4 years 5 years പാപ്മിയർ ടെസ്റ്റ് ചെയ്യണമെന്നാണ് ഇവര് റെക്കമെൻഡ് ചെയ്യുന്നത്. നോർമലി WHO റെക്കമെൻഡേഷൻ അതാണ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഹലോ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. എന്റെ പേര് ലക്ഷ്മൺ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് സംസാരിക്കുന്നത്. അതെ. അപ്പൊ ഞാൻ ജനറലായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടുകൂടി തന്നെ ഒരു നോട്ട് അബൌട്ട് cervical cancer, general question. And I have a success story of the immunotherapy also. സമയം ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. സമയം ഉണ്ടാവോ? അത് പറയേണ്ട നന്ദു ആണ്. നന്ദു എന്താണ്? He want to share some story about immunotherapy. പറയാം. അല്ല, ഇത് എന്താ ഇമ്മ്യൂണോതെറാപ്പിയുടെ ആ എഫക്റ്റിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ആള്, പുള്ളി ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. പുള്ളി എന്താ പറയുക, ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ആയിട്ടാണ് അതിന്റെ സിംറ്റംസ് കണ്ടത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അത് മുഴുവൻ പുള്ളിയുടെ ലിവർ മുതൽ ഡക്റ്റ്, ബൈൽ ഡക്റ്റ്, അതുപോലെ തന്നെ കൊളോൺ വരെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് കിടക്കുമായിരുന്നു. പുള്ളിക്ക് ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്തത് കീമോതെറാപ്പി പ്ലസ് ഇമ്മ്യൂണോതെറാപ്പി. ഇമ്മ്യൂണോതെറാപ്പിയുടെ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. അത് വേറെ ഇതാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ള ഡിസിഷൻ വന്നു. പുള്ളി അത് ചെയ്തു. അത് ചെയ്തതിന് ശേഷം വളരെ എന്താ പറയാ, ഡ്രാസ്റ്റിക് ആയിട്ട് ക്യാൻസർ സെൽസ് ഒക്കെ കുറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും പുള്ളിയുടെ സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ബൈൽ ഡക്റ്റ് ക്ലിയർ ആണ്. ഫൈനൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് there is no tumor in his body anywhere. ഡോക്ടർ സജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാല് സർജറി ചെയ്യണം എന്നുള്ളതാണ്. Guy was not even interested to go for surgery. തീരെ താല്പര്യമില്ലായിരുന്നു. അപ്പോ അതിന്റെ ഇടയിൽ പുള്ളി ഇവിടെ നമ്മുടെ എറണാകുളത്തുള്ള ഒരു ഡോക്ടർ ശ്രീകുമാർ, സാറിന് അറിയുമെന്ന് അറിയില്ല, മൈക്രോ ബയോളജി ബേസ്ഡ് ഒരു ട്രീറ്റ്മെന്റ് പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളി ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടെ അതും ചെയ്തായിരുന്നു. Now he is completely recovered. Okay, that is really good to hear. From liver to colon he was affected. Okay. And my question is it possible to recur again this cancer growth? അതാണ് ഇപ്പം ഏത് ടൈപ്പ് ഓഫ് തെറാപ്പീസ്, അത് ഇമ്മ്യൂണോതെറാപ്പി ആയാലും കീമോതെറാപ്പി, ഏത് ടൈപ്പ് ഓഫ് തെറാപ്പീസ് നമ്മൾ ചെയ്താലും
ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു 6 months വിട്ടോ ഒരു 1 year വിട്ട് പുള്ളിക്കാരൻ എപ്പോഴും ഒരു അപ്പോയിന്റ്മെന്റ് കാണുമായിരിക്കും. ഈ ക്യാൻസർ തിരിച്ചു വരാനുള്ള ചാൻസസ് എന്താണെന്ന് നമുക്ക് വിടാൻ പറ്റത്തില്ല. അതിപ്പോ ഇമ്മ്യൂണോതെറാപ്പി ചെയ്താലും ക്യാൻസർ തിരിച്ചു വരാനുള്ള ചാൻസസ് എപ്പോഴായാലും കാണും. ഇമ്മ്യൂണോതെറാപ്പി സക്സസ്ഫുൾ ആണ്, അല്ലല്ല ഇപ്പം ഇമ്മ്യൂണോതെറാപ്പി ഒത്തിരി സക്സസ്ഫുൾ ആണ്, പക്ഷേ അൺസക്സസ്ഫുൾ ആയ കേസസും ഉണ്ട് ഇമ്മ്യൂണോതെറാപ്പിയിൽ. അല്ലെ, ഇപ്പം ഇത് ഫുൾ പ്രൂഫ് ആയിട്ട് ഒരു തെറാപ്പി എന്ന് ഞാൻ പറയത്തില്ല, ബട്ട് ഒത്തിരി സക്സസ് ഇപ്പൊ റേറ്റ് കൂടുതൽ കാണുന്നുണ്ട്, കീമോതെറാപ്പിയെക്കാട്ടി കൂടുതൽ കാണുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു ഫുൾ പ്രൂഫ് ടെക്നോളജി അല്ല ഇത്. ഇപ്പോഴും ഒരു ഇവോൾവിംഗ് ഫീൽഡാണ് ഇമ്മ്യൂണോതെറാപ്പി. നമ്മളതിന്റെ ഇനിഷ്യൽ സ്റ്റേജസിലാണ് ഇപ്പം നിൽക്കുന്നത്. വളരെ സക്സസ് കണ്ടു തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ചില സക്സസ് കാണത്തില്ല, ചില സക്സസ് കാണും. പക്ഷെ എന്തായാലും ഏത് കൈൻഡ് ഓഫ് തെറാപ്പീസ് നമ്മൾ ഉപയോഗിച്ചാലും എപ്പോഴും ഒരു പീരിയോഡിക് ഒരു സ്ക്രീനിങ് വെച്ചിരിക്കണം. ക്യാൻസർ തിരിച്ചു വരാനുള്ള ചാൻസസ് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. വെൽക്കം. Thank you for sharing that story also. It was really nice to hear about it. Thank you so much. Any questions ഉണ്ടോ? ചാറ്റില് കഴിഞ്ഞു തോന്നുന്നു. ക്വസ്റ്റ്യൻസ് തോന്നുന്നു. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. പ്രസന്റേഷനിൽ പറഞ്ഞത് അന്ന് ഈ ക്യാൻസറിന്റെ സെർവിക്കൽ ക്യാൻസറിന്റെ ഇൻസിഡൻസ് കൂടുതൽ കണ്ടത് 25 to 45 ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണെന്നല്ലേ? അപ്പൊ ഈ ക്യാൻസറിന്റെ ഇൻസിഡൻസ് വിത്ത് അഡ്വാൻസിങ് ഏജ് ഇൻസിഡൻസ് കൂടാറില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു HPV ഇൻഫെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു അടുത്ത മാസമോ ഒരു വർഷം കഴിഞ്ഞാൽ അതൊരു ക്യാൻസറായി മാറുന്നില്ല. അതിനൊരു ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത് തന്നെ ഒരു 10 വർഷം to 30 years ആണ്. അപ്പം ഒരു 15 വയസ്സിൽ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്യാൻസർ വരുന്നത്, അതൊരു ക്യാൻസറായി മാറുന്നത് ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് WHO എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു 4 to 5 years ആവാൻ നേരത്തെ ഒരു പാപ്പ് സ്ക്രീനിങ് എപ്പോഴും ചെയ്തിരിക്കണം, ഒരു പീരിയോഡിക്കലി ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ഈ ക്യാൻസർ ട്രാക്ക് ചെയ്യാൻ, ക്യാൻസർ വരുന്നതുകൊണ്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അപ്പം ഈ സ്റ്റഡീസ് ഒക്കെ നമ്മൾ 25-40 ഈ ടൈമിലാണ് അവർ ക്യാൻസർ വന്നിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നത്. അതൊരു ടെർമിനൽ സ്റ്റേജിലോ പോയി കഴിയാൻ നേരത്തെ ആ ഒരു സ്റ്റേജ് അവർക്ക് വളരെ ഡിസ്കംഫർട്ട് ഉണ്ടായി തുടങ്ങി കഴിഞ്ഞു. മറ്റൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നോർമലി ഒരു വുമൺ അതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് വലിയ പ്രശ്നമില്ല, ഇത് പൊയ്ക്കോളും മാറിക്കോളും എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേജ് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിനീഷ്യനെ കണ്ടിരിക്കണം. അതൊരു എവറി 5 years or 4 years ഒരു പാപ്നിയർ ടെസ്റ്റിന് പോകണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വരത്തില്ല എന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത്. വരാനുള്ള ചാൻസസ് എല്ലാം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അതായത് ഏജ് ഗ്രൂപ്പിലും പോസിബിൾ ആണ് ഇത്. ഏത് ഏജിലും വരാം, ഏത് ഏജിലും ക്യാൻസർ ഉണ്ടാവാം. ഏത് ഏജിലെന്നല്ല, ഇപ്പം ഈ 15 വയസ്സുള്ള കുട്ടികൾക്കും വരാറുണ്ട്. പക്ഷെ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഇമ്മ്യൂൺ സിസ്റ്റം അനുസരിച്ചാണ്. ഒരു ഇൻഫെക്ഷൻ എൽഡർലി പോപ്പുലേഷൻ വരാൻ ചാൻസസ് കൂടുതലാണ്. അതും ശരിയാണ്. എന്ന് വെച്ചാൽ അത്രയും ടൈം കടന്നു പോയി കഴിഞ്ഞല്ലേ. അപ്പം ആ ഇൻക്യുബേഷൻ പീരീഡിന്റെ ടൈം ഓൾമോസ്റ്റ് കഴിയും. ഒരു 45 ഒക്കെ ആകുമ്പം ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു ഇൻക്യുബേഷൻ ടൈമിന്റെ പീരീഡ് എല്ലാം കഴിഞ്ഞു പോയിക്കും. അതുകൊണ്ട് ചാൻസസ് വിത്ത് ഏജ് കൂടുതലാണ്. അതാണ് ഒരു WHO തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 20-25 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എവറി 4 or 5 years നിങ്ങൾ എന്തായാലും ഷുവർ ആയിട്ട് പാപ്നിയർ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഇപ്പൊ ഫീസ് ഒന്നുമില്ല. അപ്പോ നമുക്കിത് ഈ ടോക്ക് അവസാനിപ്പിക്കാം. വളരെ നല്ല ടോക്കായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ. വളരെ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലാണ് വളരെ സിമ്പിളായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ടോപ്പിക്കാണ്. കാരണം പലരും ഇഗ്നോർ ചെയ്യുന്ന ഫലമായി ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിച്ചാൽ, സാധാരണക്കാരിൽ എത്തിച്ചാൽ നമുക്ക് ഒരുപക്ഷെ ആൾക്കാർക്ക് അതിന്റെ കാര്യം ശ്രദ്ധിക്കാൻ, ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത് തടയാനും സാധിക്കും. താങ്ക് യു ഫോർ വണ്ടർഫുൾ സ്പീച്ച്. And thank you everyone for giving this opportunity actually. ഇങ്ങനെ ഒരു ദിവസം ഒരു WHO ഒരു അവയർനെസ് പ്രോഗ്രാമിന്റെ ടൈം തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ടോക്ക് കൊടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. ഇറ്റ്സ് ആക്ച്വലി an opportunity for me. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ് to share about this awareness of the cervical cancer. Thank you so much. Thank you so much to everyone. താങ്ക് യു വിപിൻ. നമുക്കും അറിയായിരുന്നില്ല ഇത്രയും പ്രാധാന്യമുള്ള ഒരു ആഴ്ചയിലും ദിവസത്തിലുമാണ് നമ്മൾ ഈ ടോക്ക് സംഘടിപ്പിച്ചതെന്നുള്ളത്. ആക്ച്വലി ആൻ ഓണർ ഫോർ അസ് ഓൾസോ. അത് വളരെ നന്നായി. കാരണം നമുക്ക്
സയൻസ് പീപ്പിളിന്റെ ഒരു പറഞ്ഞില്ല, തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശം തന്നെ ആൾക്കാരോട് ഇങ്ങനെ കുറെ സംഭവങ്ങളും ലോകത്തുണ്ടെന്നും ഇത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കൃത്യമായിട്ട് വിളിച്ചു പറയേണ്ട ഒരു ചുമതല പോലെയാണ്. അത് ഈ അശ്രദ്ധകൾ പലപ്പോഴും പറഞ്ഞ 20 കൊല്ലം കൊണ്ടുണ്ടാവുന്ന അസുഖം പോലും നമ്മൾ ചെറിയ ചെറിയ അശ്രദ്ധ കാരണം അത് കുഴപ്പമില്ല എന്ന് വെച്ചെങ്കിൽ തള്ളി നീക്കുന്ന ഒരു സ്വഭാവം പൊതുവെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് പാടില്ല എന്നുള്ള ഒരു ടൈമിലി നമ്മൾ ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിനെ കാണുക തന്നെ വേണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നു. നമ്മളെല്ലാം കഴിഞ്ഞ് അവസാനമാണ് അലോപ്പതിയിലേക്ക് എത്തുക. അതിന് മുമ്പേ അത് തുടക്കത്തിൽ തന്നെ ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ വളരെയധികം തടയാൻ പറ്റുന്നുള്ളത് അതിലേറെ പോസിറ്റീവായ ഒരു വാർത്ത കൂടിയാണ്, ഇത് അറിവാണ്. താങ്ക് യു എല്ലാവർക്കും, പിന്നെ ചോദ്യങ്ങൾ ചോദിച്ചവർക്കും. ചോദ്യങ്ങൾ നമുക്ക് വേറൊന്നും പറയാനുള്ള സയൻസ് പീപ്പിളിന്റെ രീതിയിൽ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. അതിനപ്പുറം തന്നെ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ വരുന്നുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ സർക്കിളുകളിലും ഇത് സർക്കുലേറ്റ് ചെയ്യണം, ആൾക്കാരോട് ഇത് കേൾക്കാൻ പറയണം, പ്രത്യേകിച്ച് സ്ത്രീകളോട്. അപ്പൊ അത് എന്തെങ്കിലും ചോദ്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വിപിന്റെ വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റും. വിപിൻ നമ്മളൊരു സ്പീക്കർ മാത്രമല്ല, നമ്മളൊപ്പം ഒരു സഹയാത്രികനാവാനുള്ള ആളും കൂടിയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ക്യാൻസറിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതേ വിഷയത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരുമ്പോൾ കൃത്യമായിട്ട് പങ്കുവെക്കാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു വിപിനോട്. എല്ലാവർക്കും നന്ദി.